സാന്ദ്രാനന്ദാവബോധാത് മഗമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാത്താത്മകം ബ്രഹ്മതത്വം തഥാവത് സാക്ഷാത് ഗുരുപവനപുരേ അന്ധഭാഗ്യം ജനനാ. പോരെ? മതി. ഓക്കെ, അപ്പൊ നമ്മള് 15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം ഇന്ന് തുടങ്ങാം. അപ്പൊ 13-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ അധ്യായം മുതൽ ജ്ഞാനയോഗം എന്നാണ് നമ്മൾ പറയുക. 13 മുതൽ 18 വരെ തത്വമസിയുടെ തത്വം ത്വമ്മും കഴിഞ്ഞ് ത്വം എന്നുള്ളത് ആദ്യത്തെ 6 അധ്യായം. അതെന്താണ്, വാട്ട് ഈസ് ദാറ്റ് റിയാലിറ്റി എന്നുള്ളത് പിന്നത്തെ 6 അധ്യായം. പിന്നെ ആ റിയാലിറ്റി എങ്ങനെയാണ് നമ്മൾ തന്നെ ആവുന്നത്, വാട്ട് ഈസ് ദ കണക്ഷൻ, എങ്ങനെയാണ് നമ്മൾ തന്നെ ആവുന്നതെന്നല്ല, അത് നമ്മൾ തന്നെയാണ്, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യമാണ് അടുത്ത 6 അധ്യായത്തില്. അതില് 13-ാമത്തെ അധ്യായത്തിൽ ഒരു ലോജിക്കൽ ഓർഡർ നോക്കിയാൽ അത് ഞാൻ തന്നെയാണ് എന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്ന് പറയണമെങ്കിൽ അതിനെക്കുറിച്ചും പറഞ്ഞു, എന്നെക്കുറിച്ചും പറഞ്ഞു ആദ്യത്തെ 12 അധ്യായത്തില്. പിന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് ഒരു കണക്ഷൻ ഉണ്ടാവുക എന്ന് പറയണ്ടേ. 13-ാമത്തെ അധ്യായം ശരിക്കും ചെയ്തത് അതാണ്. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസവും, ക്ഷേത്രജ്ഞൻ എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത്, ഒന്ന് പ്രകൃതിയാണ്, ജഡമാണ്, മറ്റേത് പുരുഷനാണ്, സ്പിരിറ്റ് ആണ്. അതിൽ എന്തൊക്കെയാണ് എന്താ പറയുക, പ്രകൃതിയിൽ എന്തൊക്കെയാണ് കമ്പോണൻസ്, അതിന് ജീവൻ വരുമ്പോൾ, അതിന് വൈറ്റൽ ഫോഴ്സ് വരുമ്പോൾ, അതിന് എക്സ്പ്രസിങ് കേപ്പബിലിറ്റി കൊടുക്കുന്ന പുരുഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ആ പുരുഷൻ പ്രകൃതിയിൽ ഈ ജഡമായ വസ്തുക്കളിലൂടെ പുരുഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ പുരുഷന്റെ ആണ് ഈ ക്വാളിറ്റീസ് എന്നൊക്കെ തെറ്റിദ്ധാരണകൾ നമുക്ക് വരുന്നു. ആ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. ഈവൻ ദോ പുരുഷന് ക്വാളിറ്റീസ് ഒന്നുമില്ല, ദി അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് സെൽഫ് എഫൾജന്റ്, അതിന് വേറെ പ്രവർത്തിക്കാൻ ഇന്ധനമൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ജീവൻ, നമ്മുടെ ശരീരം, നമ്മുടെ എക്യുപ്മെന്റ്സ് പ്രവർത്തിക്കുന്നത് അതിന്റെ പവറിൽ ആയതുകൊണ്ട് നമ്മുടെ എക്യുപ്മെന്റ്സിൽ കൂടെ കാണുന്ന കാര്യങ്ങൾക്ക് അതിന്റെ ഒരു കളറിങ് ചിലപ്പോൾ കൊടുത്തേക്കാം. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയായിരുന്നു പൂർണ്ണമായിട്ട് 14-ാമത്തെ അധ്യായത്തില് ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞത്. 3 ഗുണങ്ങൾ ആർ ഓൺലി functions of the equipment, not of the vital force. ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞ മാതിരി ഇലക്ട്രിസിറ്റിക്ക് റേഡിയോ ആണെങ്കിലും ടി വി ആണെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല. ഇറ്റ് ഈസ് ഗിവിംഗ് ദ സെയിം വൈറ്റൽ ഫോഴ്സ്. ദ ഇഫക്ട്സ്, ദ മാനിഫെസ്റ്റേഷൻസ് ആർ ഡിഫറെന്റ്. അപ്പൊ അത് ആ ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസ് കൊണ്ട്, 3 തരത്തിലുള്ള ഗുണങ്ങളുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് കൊണ്ട് നമ്മൾ പല വിധത്തില് നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ വാസനകൾ എക്സ്പ്രസ്ഡ് ആവുന്നു. അതിന് പറ്റുന്ന പോലെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മങ്ങൾക്കുള്ള ഫലം അപ്പോഴായാലും വൈകിയായിട്ടുള്ള കർമ്മങ്ങൾക്കുള്ള ഫലം നമുക്ക് കിട്ടുന്നു. ഈ കർമ്മഫലം അനുഭവിക്കുന്നവനും കർമ്മഫലം എടുക്കുന്നവനുമാണ് കർമ്മം ചെയ്യാനുള്ളതാണ് എൻ്റെ യോഗം എന്ന് വിചാരിച്ചിട്ടുള്ള കർമ്മത്തിന്റെ സൈക്കിളിൽ നമ്മൾ പെട്ടുപോകുന്നു. സുഖങ്ങളും ദുഃഖങ്ങളും തോന്നിയ പോലെ നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താണ് യഥാർത്ഥ സത്യം എന്നറിയാതെ നമ്മൾ ഇതിൽ പെട്ട് ഉഴലുന്നു. അപ്പൊ അതാണ്, അതിൽ നിന്ന് പുറത്ത് വരാനുള്ളതാണ് ഭഗവത്ഗീത മുഴുവൻ. ആൻഡ് ടുവേർഡ്സ് ഈ അവസാനത്തെ 6 അധ്യായങ്ങളിൽ ആ ഒരു റിയാലിറ്റിയാണ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഹൗ ഡു യു നോ അബൌട്ട് യുവർ സെൽഫ് ബെറ്റർ സോ ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് ടു ഫിഗർ ഔട്ട് എ വേ ടു കം ഔട്ട് ഓഫ് ദ സംസാര ചക്രം. അപ്പൊ അത്രയും പറഞ്ഞപ്പോ ഈ ക്ഷേത്രത്തിനെ പറഞ്ഞു, ക്ഷേത്രജ്ഞനെ കുറിച്ച് പറഞ്ഞു, ഈ 3 ഗുണങ്ങൾ എങ്ങനെയാ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത് ഈ സംസാരത്തിലാണ്. റൈറ്റ്, ഇൻ ദിസ് വേൾഡ് ഓഫ് പ്ലൂരാലിറ്റി, സംസാരത്തിലാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. ഈ സംസാരത്തിനെ കുറിച്ച് പറയണം.
അങ്ങനെ സംസാരത്തിനെ കുറിച്ച് പറഞ്ഞാലേ ബോണ്ടേജിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്താണ് നമ്മളെ ബന്ധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ബോണ്ടേജിനെ കുറിച്ച് പറഞ്ഞാലേ ബോണ്ടേജിനെ മുറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ, പുരുഷോത്തമനാവുന്നതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഈ ചാപ്റ്ററിന്റെ ഉദ്ദേശം അതാണ്. സോ ഫ്രം നമ്മൾ ബ്രഹ്മൻ തന്നെയാണ്, യു ആർ ദറ്റ് അൾട്ടിമേറ്റ് റിയാലിറ്റി. നമുക്കത് അറിയില്ല. അറിയാത്തത് കൊണ്ട് ബ്രഹ്മൻ ടു ബോണ്ടേജ്, നമ്മൾ ബന്ധനത്തിൽ പെട്ടുകിടക്കുന്നു. കർമ്മബന്ധനം ആയാലും റിലേഷൻഷിപ്പ് ബന്ധനം ആയാലും നമ്മളെ ആഗ്രഹങ്ങളുടെ ബന്ധനങ്ങളായാലും പല പല ബന്ധനങ്ങളിൽ നമ്മൾ പെട്ടുകിടക്കുന്നു. സോ ബ്രഹ്മൻ ടു ബോണ്ടേജ്, നൗ ബ്രേക്ക് ദറ്റ് ബോണ്ടേജ് ആൻഡ് റിയലൈസ് വാട്ട് ബ്രഹ്മൻ ഈസ്. സോ ബ്രഹ്മൻ ടു ബോണ്ടേജ് ടു ബ്രഹ്മൻ. ആദ്യത്തെ ബ്രഹ്മൻ ഇസ് there but you don't know. Bondage is what makes you not know what that is, right? വെയിൽ ചെയ്തിരിക്കുകയാണ്, അജ്ഞാനം ആവരണം പോലെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ബ്രഹ്മൻ എന്താണെന്ന് നമുക്ക് അറിയില്ല, ബോണ്ടേജുകാരൻ നമുക്കത് അറിയില്ല. നൗ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ നോളജ് ഓഫ് ബ്രഹ്മൻ ബൈ ബ്രേക്കിംഗ് ദ ബോണ്ടേജ്. സംസാരമാവുന്ന വൃക്ഷത്തിനെ, അതിൽ ഉള്ള അറ്റാച്ച്മെന്റുകളെ മുറിച്ച് ഹൗ ഡു യു ഗെറ്റ് ഇൻ ടു ദാറ്റ് പ്യുവർ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഈ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും മനോഹരമായ 20 ശ്ലോകങ്ങളേ ഉള്ളൂ. ബൈ ഹാർട്ട് പഠിക്കാനും വളരെ എളുപ്പമായിട്ടുള്ള 20 ശ്ലോകങ്ങൾ, ചൊല്ലാൻ എളുപ്പം ഭംഗിയുള്ള, വളരെ ഭംഗിയുള്ള പോയറ്റിക് എലഗൻസ് ഉള്ള 20 ശ്ലോകങ്ങൾ. ധാരാളം പേര് എപ്പോഴും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഓൾവേസ് ഓർമ്മിക്കാൻ വേണ്ടി, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലുക എന്ന് പറയുന്നതിന്റെ ഐഡിയ തന്നെ ആഹാരം കഴിക്കൽ മുടക്കില്ലല്ലോ. അപ്പൊ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ചൊല്ലൽ മുടക്കില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിനും ഒന്ന് അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ഇന്നത് ചെയ്തില്ല അതുകൊണ്ട് ഇത് മറന്നു എന്ന് പറയില്ലേ. ആഹാരം കഴിക്കാൻ മറക്കില്ല എന്നുള്ളത് കൊണ്ട് ആഹാരത്തിന് മുമ്പ് ചൊല്ലു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് ചൊല്ലിയിരിക്കണം, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്ന പോലെ. അപ്പൊ ഈ അധ്യായം എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ഇതില് 20 ശ്ലോകങ്ങളുണ്ട്. ആദ്യത്തെ 3 അല്ലെങ്കിൽ 4 ശ്ലോകങ്ങള് സംസാരം, നമ്മുടെ ഈ യൂണിവേഴ്സ്, ഈ വാട്ട് എവർ ഈസ് അവർ സറൗണ്ടിങ്സ്, വാട്ട് എവർ വി ആർ ടൈഡ് ഇൻ, അതിനെ കുറിച്ചാണ് ആദ്യത്തെ 3-4. അതിൽ 3-4 ശ്ലോകത്തിൽ മോക്ഷമാർഗത്തിനെ കുറിച്ച്, ഹൗ ഡു യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്നൊക്കെ പറഞ്ഞ് ഹൗ ഡു യു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്. 3-4. 7 മുതൽ 11 ശ്ലോകം വരെ ബ്രഹ്മൻ ആസ് എ ജീവാത്മാവായിട്ട്. സോ ജീവനും ജഗത്തും ആണ്, റൈറ്റ്? ജീവന്റെയും ജഗത്തിന്റെയും ഐക്യമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ജീവൻ തന്നെ ബ്രഹ്മനായിട്ട് ഉയരുന്നു എന്നുള്ള ഐഡിയയും വേണം, റൈറ്റ്? അപ്പൊ ബ്രഹ്മമിഥ്യ ജഗത് മിഥ്യ, ബ്രഹ്മസത്യം എന്നുള്ള ഐഡിയ. അപ്പൊ ജഗത്തും മിഥ്യയാണ്. അപ്പൊ നമ്മൾ ജീവനാണ്, ജീവനും ബ്രഹ്മനും ഒന്നാണ്, ജഗത്ത് മിഥ്യയാണ്. വാട്ട് എവർ യു സീ ദിസ് ഇസ് ഓൺലി ആൻ ഇല്യൂഷൻ എന്നുള്ളത്. അപ്പൊ അത് പറയാൻ വേണ്ടി ബ്രഹ്മൻ ആസ് എ ജീവ, 12 മുതൽ 15 ശ്ലോകം വരെ ബ്രഹ്മൻ ആസ് ജഗത്ത്, ബ്രഹ്മൻ ആസ് ജീവ, ബ്രഹ്മൻ ആസ് ജഗത്. പിന്നെ 16 മുതൽ 18 വരെ ബ്രഹ്മൻ ആസ് പുരുഷോത്തമ. So how do you transcend ഈ ജീവ ജഗത് finitude to become infinite? And then അവസാനത്തെ 2 ശ്ലോകം is a glory of പുരുഷോത്തമ. അപ്പൊ അങ്ങനെയാണ് ഈ ചാപ്റ്റർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. 20 ശ്ലോകങ്ങളേ ഉള്ളൂ. കുറച്ച് മീറ്റർ ഛന്ദസ്സൊക്കെ മാറി, കാരണം പ്രത്യേകമായിട്ട് ഇപ്പൊ 2-ാമത്തെ അധ്യായത്തില് ഒക്കെ ചില ഭാഗത്ത് ഛന്ദസ് മാറ്റിയിട്ട് ചെയ്യാറില്ലേ, അതേപോലെ കുറച്ച് കൂടെ ഇൻഡെപ്ത് ആയിട്ട് ഛന്ദസ്സൊക്കെ മാറ്റി, സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ലിസൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്, അങ്ങനെയുള്ള ഒരു കാര്യം. അപ്പൊ ഇത് വരുന്നത്, ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് നമ്മൾ 14-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തില് ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം അമൃതസ്യാസ്യ അവ്യയം ശാശ്വതം ച ധർമ്മസ്യ സുഖസ്യൈകാന്തികയസ്. അപ്പൊ ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം, ഞാൻ ബ്രഹ്മനിൽ തന്നെ പ്രതിഷ്ഠിതനായിരിക്കുന്നു. ഐ ആം ദി അബോർഡ് ഓഫ് ബ്രഹ്മൻ. ഞാൻ തന്നെയാണ് ബ്രഹ്മന്റെ വാസസ്ഥലം. ഞാൻ എന്ന് പറയുമ്പോൾ ബോഡി, മൈൻഡ്, ഇന്റലക്ട്, എക്യുപ്മെന്റിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന എന്നിൽ നിന്ന് ഉയർന്നിട്ട് അത് വെറും എക്യുപ്മെന്റ്സ് ആയിട്ട് മനസ്സിലാക്കുന്ന ഞാൻ തന്നെയാണ് ബ്രഹ്മണോഹി പ്രതിഷ്ഠാത്വം, അബോർഡ് ഓഫ് ബ്രഹ്മൻ. അമൃതസ്യം അവ്യയം, ഇമ്മോർട്ടൽ, അൺചേഞ്ചബിൾ ആണ്. ശാശ്വതസ്യ, എവർ ലാസ്റ്റിംഗ് ആണ്. ശാശ്വതസ്യ ച ധർമ്മസ്യ, അതാണ് ധർമ്മം. ദാറ്റ് ഈസ് മൈ റിയൽ ധർമ്മ, ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. സുഖസ്യൈക, അങ്ങനെ ഞാൻ സുഖത്തിൽ, അങ്ങനെ അത് അറിഞ്ഞുകൊണ്ട് ഐ ലിവ് എവർ ഇൻ ആബ്സല്യൂട്ട് ബ്ലിസ്. അപ്പൊ അതാണ്, ദാറ്റ് ഈസ് വാട്ട്. ഈ ഗുണങ്ങളെ ട്രാൻസെൻഡ് ചെയ്താല് ദാറ്റ് ഈസ് വെയർ യു ഗെറ്റ്. അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റേറ്റില് ഉള്ള ഒരാള്, ഗുണങ്ങളെയൊക്കെ ട്രാൻസെൻഡ് ചെയ്ത് ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം എന്ന് പറയുന്ന ഒരാള്,
അപ്പോൾ ദാറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അങ്ങനെയുള്ള ഒരാള് സംസാരത്തിനെ എങ്ങനെ ഡീൽ ചെയ്യണം പുരുഷോത്തമനാവാൻ, അതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ നിന്നാണ് അങ്ങനെ തന്നെ ആ ഒരു ത്രെഡ് ഓഫ് തോട്ടാണ് സ്ലൈറ്റ്ലി എലവേറ്റിംഗ് ഇറ്റ് ടു എ ഡിഫറെന്റ് ലെവൽ. കാരണം ഭഗവാൻ തന്നെ ഈ ചാപ്റ്ററിന്റെ അവസാനം പറയുന്നുണ്ട് ഇതൊരു ശാസ്ത്രമാണ്, ഇതൊരു വാട്ട് ഐ എം ടെല്ലിങ് യു ഈസ് എന്താ പറയാ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇത് സംതിങ് ടു ബി ഫോളോഡ്, ഒരു ശാസ്ത്രം എന്നുള്ള നിലവാരത്തിലേക്ക് തന്നെ ഭഗവാൻ ഇതിനെ ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതില് പുരുഷോത്തമ യോഗമാണ് 15ാമത്തെ. പുരുഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പലതിലും പ്രകൃതി പുരുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പുരുഷൻ ഈസ് ദറ്റ് സ്പിരിറ്റ്. പ്രകൃതി അല്ലാത്ത ജഡമല്ലാത്തത് എന്തൊക്കെയുണ്ടോ, സോ എല്ലാത്തിനെയും നെഗേറ്റ് ചെയ്ത് എന്തിലേക്ക് എത്തിയിട്ട് അതിനെ നെഗേറ്റ് ചെയ്യാൻ പറ്റില്ലയോ, അതാണ് പുരുഷൻ. സോ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി എടുത്താൽ ശരീരമാണോ ഞാൻ, ശരീരമാണോ നമുക്ക് ചോദിക്കാം എളുപ്പമായിട്ട്. അല്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു ഐഡിയ ആക്ച്വലി ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ നല്ലൊരു ടെക്സ്റ്റ് ഉണ്ട്. ധാരാളം വേദാന്തത്തിലൊക്കെ നല്ലോണം പഠിപ്പിക്കുന്ന ഇതാണ്. അപ്പൊ ദൃക്കും ദൃശ്യവും, കാണുന്നതും കണ്ടതും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ആദ്യം കണ്ണ് എടുത്തു, റൈറ്റ്? നമ്മള് ഫുൾ പ്രപഞ്ചം, പല സാധനങ്ങളും നമ്മൾ കാണുന്നു. എന്തുകൊണ്ട് കാണുന്നു? നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു. അപ്പൊ കണ്ണ് ദൃക്കാണ്, കാണുന്നതൊക്കെ ദൃശ്യമാണ്. കറക്റ്റ്? നമുക്കറിയാം, ഞാൻ എൻ്റെ കണ്ണടച്ചാൽ ഞാൻ പ്രപഞ്ചം ഒന്നും കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല, ഞാൻ കണ്ണുകൊണ്ടാണ് കാണുന്നത് എന്ന് എനിക്ക് വൃത്തിയായിട്ട് മനസ്സിലായി. അതിൽ സംശയമൊന്നുമില്ല. ഇനി ഒരു സ്റ്റെപ്പ് പുറകിൽ ചിന്തിച്ചാലോ, കണ്ണാണോ കാണുന്നത്? കണ്ണാണ് കാണുന്നതെങ്കിൽ എനിക്ക് കണ്ണ് തന്നെ എനിക്ക് കാണാൻ പറ്റണ്ടേ? എനിക്ക് എൻ്റെ കണ്ണ് കാണണമെങ്കിൽ കണ്ണാടി നോക്കിയാലേ കാണാൻ പറ്റൂ. എനിക്ക് എൻ്റെ കണ്ണ് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ. അപ്പൊ കണ്ണ് കാണുന്ന എന്തോ ഇല്ല. ഇപ്പൊ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ കണ്ണിന് ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞ പോലെ കണ്ണിന് കണ്ണാകുന്ന കണ്ണ്, മനം അതിനും കണ്ണാകുന്ന കണ്ണ്. അതുപോലെ അപ്പൊ കണ്ണിന് പുറമേ കാണാം. കണ്ണിനെ എന്ത് കാണും? നമ്മൾ കണ്ടതിനെ അറിയണമെങ്കിൽ മനസ്സ് വേണ്ടേ? മനസ്സ് വേണം. അപ്പൊ കണ്ണിനെ പുറത്ത്, അപ്പൊ കണ്ണ് ദൃക്കായി, കണ്ണ് ദൃശ്യമായി, മനസ്സ് ദൃക്കായി. മനസ്സാണ് ഇപ്പൊ കണ്ണിനെ കാണുന്നത്. ഇനി ഒരു പടി കൂടെ ചിന്തിച്ചാലും മനസ്സാണോ റിയലി കാണുന്നത്? മനസ്സിന് കാണാൻ പറ്റും. മനസ്സെന്താണ്? മനസ്സ് ഈസ് ഓൺലി എ ഫ്ലോ ഓഫ് തോട്ട്സ്. മനസ്സ് ഈസ് ഓൺലി ഫ്ലോ ഓഫ് തോട്ട്സ്. അത് കാണുന്നുണ്ടോ? അപ്പൊ അത് കാണുകയാണ്, അല്ലെങ്കിൽ അതാണ് ഇത് കാണുന്നതെന്ന് തോന്നിപ്പിക്കണമെങ്കിൽ അതിന് പുറകിലും എന്തോ ഇല്ലേ, റൈറ്റ്? അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് നെഗേറ്റ് ചെയ്ത് പോകുമ്പം യു വിൽ ഫൈനലി ഫൈൻഡ് ഇല്ല, മനസ്സും അല്ല. ഇനി മനസ്സിന്റെ പുറകിൽ ബുദ്ധിയാണോ? ഇല്ല, ബുദ്ധി ആൻഡ് ചിത്തം ആർ ഓൺലി സ്റ്റോർ ഹൗസസ് ഓഫ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ. അതിനെ ബൈ ഇറ്റ് സെൽഫ് ഹാസ് നോ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. ഇറ്റ്സ് ഓൾവേസ് ഡിപെൻഡന്റ് ഓൺ സംതിങ് എൽസ്. അതിന്റെയും പുറകിൽ എന്താണ് എന്ന് അന്വേഷിച്ചു പോയാൽ ഇതിനെയൊക്കെ ഇലൂമിൻ ചെയ്യുന്ന ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. ഇതിനെയൊക്കെ ഇലൂമിൻ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു വഴിക്കും പോവാം. ഇത് ദൃഗ്ദൃശ്യ വിവേകത്തിൽ വളരെ നന്നായിട്ട് പറയുന്നത്. വേറൊരു വഴിക്ക് പോവാം. നമ്മൾ പഞ്ചകോശങ്ങളാണ്, 5 ഷീറ്റ്സ് ആണ് നമ്മൾ എന്ന് പറയും. ഏറ്റവും പുറത്ത് അന്നമയ കോശം, മെയ്ഡ് ഓഫ് ഫുഡ്. തൊട്ട് ഉള്ളിലെ പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇങ്ങനെ 5 കോശങ്ങളാണ്, 5 ഷീറ്റ്സ് ആണ്. അതെടുത്ത് നോക്കിയാലോ, ഏറ്റവും പുറത്ത് ഞാൻ അന്നമയ കോശം, മൈ ബോഡി മെയ്ഡ് ഓഫ് ഫുഡ്, റൈറ്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരം ആഹാരം കൊണ്ട്, അന്നം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബോഡി മെയ്ഡ് ഓഫ് ഫുഡ്. പക്ഷെ അതാണോ ഞാൻ? അല്ല, ഞാൻ ബോഡി അല്ല. എന്നാൽ ഞാൻ എന്താവും? ഞാൻ ശ്വാസം വിട്ട് കാറ്റെടുക്കുന്നതും ശ്വാസം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയും. അപ്പൊ അത് നിങ്ങളാണെങ്കിൽ പ്രാണൻ എന്ന് പറയുമ്പോൾ ശ്വാസം മാത്രമല്ല, എല്ലാ വൈറ്റൽ പ്രാണനും, ശ്വാസവും ബ്ലഡ് സർക്കുലേഷനും എക്സ്ക്രീഷനും ഇതൊക്കെ പ്രാണ, അപാന, സമാന, ഉദാന, വ്യാന, ഇതൊക്കെ പ്രാണനിൽ പെടും, പഞ്ചപ്രാണനിൽ പെടും. 5 പ്രാണനാണ് ഞാൻ. അത് പ്രാണനാണോ? അപ്പൊ ശ്വാസം എടുക്കുന്നത് ഇതൊക്കെ ബോഡിലി ഫങ്ഷൻസ് ആണ്. പക്ഷെ അതാണോ നിങ്ങൾ? അതല്ല. അതല്ലെങ്കിൽ വേണ്ട. അപ്പൊ ഞാൻ എന്താണ്? ഐ എം മൈ തോട്ട്സ്. ഫിലോസഫേഴ്സ് ഒക്കെ പറയുന്ന പോലെ യു ആർ വാട്ട് യുവർ തോട്ട്സ്. അപ്പൊ മേ ബി ഐ എം ദ മനോമയ കോശം. ഞാൻ മനസ്സാവും. മനസ്സാണോ ഞാൻ? മനസ്സാണെങ്കിൽ എൻ്റെ തോട്ട്സ് ഇല്ലാത്തൊരു സമയത്തും ഞാനില്ലേ, ഡീപ്പായിട്ട് ഞാൻ ഉറങ്ങുന്നു, ഒരു തോട്ട്സും ഇല്ല. പക്ഷെ അപ്പോഴും ഞാൻ ഉണ്ടല്ലോ. കാരണം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് അറിയാലോ ഞാൻ സുഖമായിട്ട് ഉറങ്ങിയെന്ന്. അതെങ്ങനെയാ വന്നേ? അപ്പൊ മനസ്സും അല്ല.
വിജ്ഞാനമയ കോശം. അപ്പൊ ഞാൻ എന്നുള്ള അറിവ്, വിജ്ഞാനം, വിശേഷേണ ജ്ഞാനം, ഞാൻ എന്നുള്ള അറിവ് ആണ് ഇത്. ഞാൻ എന്നുള്ള അറിവുണ്ടാവണതും അറിവുണ്ടാവാൻ പറ്റിയ ഒരു സാധനത്തിലല്ലേ, ചിത്തത്തിലല്ലേ? അപ്പൊ അതാണോ ഞാൻ എന്നുള്ള അറിവ് ഉണ്ടായാൽ മതിയോ? ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടോ? നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങുകയാണോ അല്ലയോ എന്ന് അപ്പൊ നിങ്ങൾക്ക് അറിവുണ്ടോ? അത് കഴിഞ്ഞാലേ അറിവുള്ളൂ, അറ്റ് ദ പ്രസന്റ് ഇല്ലല്ലോ. അതെങ്ങനെയാ ശരിയാവുക? അപ്പൊ ആനന്ദമയ കോശം, ഓ ഐ ആം ദി അൾട്ടിമേറ്റ് ആനന്ദം. അത് ശരി, പക്ഷെ അൾട്ടിമേറ്റ് ആനന്ദം അനുഭവിക്കണ്ടേ? ദെൻ ഇതൊക്കെ അനുഭവിപ്പിക്കാൻ ഒരാൾ വേണ്ടേ? ഈ സ്റ്റേജസ് ഒക്കെ പറഞ്ഞാൽ ഇതൊക്കെ അനുഭവിപ്പിക്കാൻ ഒരു സാക്ഷി വേണ്ടേ? അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നു എന്ന് ഞാൻ അറിയുമ്പോൾ ഒരു സാക്ഷി വേണ്ടേ? എനിക്ക് സാക്ഷി ഭാവം വേണ്ടേ? അതാരാണ് അത്? സോ ഇങ്ങനെ ഓരോന്ന് ഡിനൈ ചെയ്ത് പോയാൽ എന്തിലേക്ക് നമ്മൾ എത്തുവോ അതിനെയാണ് സ്പിരിറ്റ്, പുരുഷൻ, ദി അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. പല പല വെളിച്ചങ്ങൾ കണ്ടു പോയി ഈ വെളിച്ചങ്ങളുടെ ഒക്കെ ഉത്ഭവം എവിടെയാണ് എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ അത് ഇലക്ട്രിസിറ്റിയിലാണ് എന്ന് കാണുമ്പം അതില്ലെങ്കിൽ ഈ വെളിച്ചങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നറിയുമ്പോൾ ദാറ്റ് റിയാലിറ്റി ഈസ് കോൾഡ് പുരുഷൻ. അപ്പൊ ഉത്തമനായ പുരുഷനെ കുറിച്ച്, ദി അൾട്ടിമേറ്റ് റിയാലിറ്റി ആയ പുരുഷനെ കുറിച്ചാണ് നമ്മളിവിടെ ഈ അധ്യായത്തിൽ പറയുന്നത്. ചിലവർ പറയും പുരുഷോത്തമ പ്രാപ്തി യോഗം എന്നും പറയും ഈ അധ്യായത്തിൽ. ചിലര് പുരുഷോത്തമ യോഗം എന്നാണ് മിക്കവാറും പുസ്തകങ്ങളിൽ കാണാൻ. ചിലര് പുരുഷോത്തമ പ്രാപ്തി, കാരണം ഒരു ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടി. വെറുതെ പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞ സുഖമില്ല, പുരുഷോത്തമ പ്രാപ്തി, നിങ്ങൾക്കത് പ്രാപ്തനാക്കാനുള്ള ഉള്ള കഴിവിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ചിലർ പുരുഷോത്തമ പ്രാപ്തി എന്ന് പറയും. ഇനി പ്രാപ്തി ഗെയിൻ ചെയ്യുക, അറ്റൈൻ ചെയ്യുക. ഈ പ്രാപ്തി രണ്ട് തരത്തിലുണ്ട്. നമ്മൾ മെറ്റീരിയലിസ്റ്റിക്കലി വി ഹാവ് ഓൺലി വൺ പ്രാപ്തി, വിച്ച് ഇസ് വാട്ട് യു ഡോണ്ട് ഹാവ് യു ഗെറ്റ് ഇറ്റ്, റൈറ്റ്? എനിക്ക് കാറില്ല, ഞാൻ കാർ മേടിച്ചു, കാറ് പ്രാപ്തിയായി. എനിക്ക് സെൽഫോൺ ഇല്ല, ഞാൻ സെൽഫോൺ മേടിച്ചു, സെൽഫോൺ പ്രാപ്തി. അതിനെ അപ്രാപ്യസ്യ പ്രാപ്തി എന്ന് പറയും. അപ്രാപ്യസ്യ പ്രാപ്തി, എനിക്ക് പ്രാപിച്ചിട്ടില്ല, ഇപ്പൊ എന്റെ കയ്യിലില്ല, അതിനെ ഞാൻ പ്രാപിക്കുകയാണ് അപ്രാപ്തസ്യ പ്രാപ്തി. അത് വലിയ പ്രശ്നമില്ല. അത് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾ മനസ്സിൽ വരും, നമുക്ക് തോന്നും, നമ്മൾ പോയി അത് ചെയ്യും. അപ്രാപ്ത്യസ്യ പ്രാപ്തി ഈസ് ദേർ. അതിന് വേദാന്തമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്രാപ്ത്യസ്യ പ്രാപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഉഴലെന്നും സംസാരത്തിൽ പെട്ട് കറങ്ങുന്നത് മുഴുവൻ. ബട്ട് വേദാന്തം പറയുന്നത് പ്രാപ്തസ്യ പ്രാപ്തി, ഓൾറെഡി ഉണ്ട്, അത് കിട്ടണം. കോൺട്രഡിക്ഷൻ അല്ലേ? ഓൾറെഡി ഉള്ളത് എങ്ങനെയാ കിട്ടുക? ഓൾറെഡി ഉണ്ട്, പക്ഷെ നിനക്ക് അറിയില്ല അതുണ്ട്. അതിന്റെ ഒരു ഗുണവും നീ കാണിക്കുന്നില്ല. ആ ഗുണങ്ങൾ കാണിച്ചു തുടങ്ങണം. അതാണ് പ്രാപ്തസ്യ പ്രാപ്തി. വേറൊരു വളരെ എളുപ്പത്തിൽ എക്സാമ്പിൾ പറയുമ്പോൾ, ഒരു സ്ത്രീ കഴുത്തിൽ നെക്ലസ് ഇട്ടിട്ട് ലോകത്തിന്റെ മുഴുവൻ നെക്ലസ് വെക്കണം. എന്റെ നെക്ലസ് കാണാനില്ല, എന്റെ നെക്ലസ് കാണാനില്ല എന്നുണ്ട്. അവസാനം ആരോ പറഞ്ഞു, നോക്കൂ, സ്വന്തം കഴുത്തിൽ തൊട്ട് നോക്കുന്നു പറയുമ്പോൾ കഴുത്തിൽ തന്നെ നെക്ലസ് എടുക്കും. ദാറ്റ് ഈസ് പ്രാപ്തി. നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്, എവിടേക്കും പോയിട്ടില്ല. അതില്ലാതെ നിങ്ങൾ ആവില്ല. അത് പക്ഷെ നമ്മൾ അറിയുന്നില്ല. ആ സാധനം, എന്ത് സാധനം ഇല്ലാതെ നമ്മൾ ആവില്ലയോ, ആ സാധനത്തിനെ തന്നെ നമ്മൾ അന്വേഷിക്കുകയാണ്, റൈറ്റ്? ആ സാധനത്തിനെ അന്വേഷിക്കുന്നതാണ്, അത് കിട്ടുന്നതാണ് പ്രാപ്തസ്യ പ്രാപ്തി. അപ്പൊ ഈ അധ്യായത്തിൽ പറയുന്നത് പ്രാപ്തസ്യ പ്രാപ്തിയെ കുറിച്ചാണ്. ഭഗവത്ഗീത മുഴുവൻ പ്രാപ്തസ്യ പ്രാപ്തി തന്നെയാണ്. ചിലതില് നമുക്ക് ചില ക്വാളിറ്റീസ് അക്വയർ ചെയ്യാൻ വേണ്ടി മെഡിറ്റേറ്റ് ചെയ്തിട്ട് ചില ക്വാളിറ്റീസ് കുറെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതാണെങ്കിലും നമുക്ക് അതിനെ ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ടതാണ് ചിലതൊക്കെ. പക്ഷെ ഇവിടെ പറയുന്ന, ഈ അധ്യായത്തിൽ പറയുന്ന മുഴുവൻ പ്രാപ്തസ്യ പ്രാപ്തിയാണ്. അപ്പൊ വളരെ മനോഹരായ എന്താ പറയുക, എക്സാമ്പിൾസ് കൊണ്ട് ഭയങ്കര ആദ്യത്തെ 3-4 ശ്ലോകങ്ങൾ, വളരെ 2-3 ശ്ലോകങ്ങൾ വളരെ എക്സാമ്പിൾ റിച്ച് ആണ് ഈ ചാപ്റ്റർ. അത് എക്സാമ്പിൾ ചിലപ്പോൾ നമുക്ക് തോന്നി മഹാവെഡിത്തര എക്സാമ്പിൾ അല്ല എന്തെങ്കിനെയൊക്കെ പറയണമെന്ന്. പക്ഷെ ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് മീനിങ്. കാരണം നമുക്ക് ദി ഐഡിയ ദാറ്റ് the ultimate is very different from how you perceive and conceive it, and very different and probably opposite to what you think of എന്ന് കാണിച്ചു തരാൻ കൂടെ വേണ്ടിയാണ് അങ്ങനത്തെ ചില എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത്, എല്ലാ ചാപ്റ്ററിലും പറയുന്നത് എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു എന്നാണ്. എല്ലാ അധ്യായത്തിലും പറയുന്നത് എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു എന്നതിന് പല വിധത്തിൽ പറഞ്ഞു തരിക. ഇത് ഒന്നുകൂടെ എലിവേറ്റ് ചെയ്തിട്ട്, കാരണം അർജുനൻ ഇത്രയൊക്കെ കേട്ട് വന്ന് മനസ്സിലായി, കുറച്ചുകൂടെ ഒരു 13-14 അധ്യായങ്ങൾ കേട്ടപ്പോൾ അർജുനൻ is more into a contemplative mood and can listen and understand. നമുക്ക് തന്നെ ചില സമയത്ത് നമ്മൾ വളരെ മനസ്സ് പീസ് ആൻഡ് ക്വയറ്റ് ആയിരിക്കുന്ന സമയത്ത് you can perform much better than a disturbed mind state. അപ്പൊ അർജുനൻ ഓൾസോ ഇത് കേട്ട് മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തി എന്നുള്ളത് കൊണ്ട് ഉള്ളതാണ്
അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് വാട്ട് ജനറലി ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് അധ്യായം. സ്വാമി ചിന്മയാനന്ദൻ എപ്പോഴും അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും പുസ്തകത്തിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഫോർ ദ ബ്യൂട്ടി ആൻഡ് ദി എലഗൻസ് നോ ചാപ്റ്റർ ക്യാൻ ബീറ്റ് ദിസ് ഇൻ ഗീത. So beauty and the elegance in which, and more poetic nature in which things are explained എവിടെയും. അതുകൊണ്ട് അപ്പൊ നന്നായിട്ട് ചെല്ലാൻ പറ്റുന്നത് മച്ച് മോർ പോയറ്റിക് എലഗൻസ് ഉള്ളത് കൊണ്ടും കൂടി ആവാം. ഇതെല്ലാവരും ആഹാരത്തിന് മുമ്പ് എല്ലാവരും ചെല്ലണം, ആഹാരത്തിന് മുമ്പ് ചെല്ലാന്ന് വെച്ചാൽ ചെല്ലണമെന്നും ആഹാരം ഇസ് ഓൺലി എ കോണ്ടെക്സ്റ്റ് ടു ഡു. അപ്പൊ നമുക്ക് രണ്ട് ശ്ലോകങ്ങളിൽ നിന്ന് ചെയ്യാം. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമതഃ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ശ്രീ ഭഗവാൻ ഉവാച. അപ്പൊ കണ്ടിന്യൂവേഷൻ, അർജുന്റെ ചോദ്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ അധ്യായത്തില് ഗുണങ്ങളെ ട്രാൻസെൻഡ് ചെയ്യുന്ന ആളെ പറ്റി പറഞ്ഞ് ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം കണ്ടിന്യൂ ചെയ്യാം. ശരിക്കും വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ബ്രഹ്മനിൽ സ്ഥിതി ചെയ്യുന്നു, ഐ എം ഇൻ ബ്രഹ്മൻ, ശാശ്വതമാണ്, ധർമ്മമാണ്, സുഖസ്യ അന്തമായ സുഖത്തിലാണ്. അങ്ങനെയുള്ള ഗുണങ്ങളെ ട്രാൻസെൻഡ് ചെയ്ത ആള് നൗ ഐ എം ടെല്ലിങ് യു സംസാരം. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യം. ഊർധ്വമൂലം, ദ ബോട്ടം ഈസ് ഇൻ ദ ടോപ്പ്. മൂലം ഊർധ്വത്തിലാണ്, ബോട്ടം ഈസ് ഇൻ ദ ടോപ്പ്. ഊർധ്വമൂലം അധശാഖം, ശാഖകള് താഴെയാണ്. അതായത് റൂട്ട്, മൂലം ഊർധ്വത്തിലാണ്, മുകളിലാണ്, റൂട്ട് വേരുകൾ മുകളിലാണ്, ശാഖകൾ താഴെയാണ്. എന്തില്? അശ്വത്ഥം പ്രാഹുരവ്യയം. അശ്വത്ഥം എന്ന് പറഞ്ഞാൽ ആൽമരമാണ് അശ്വത്ഥം എന്ന് പറയുന്നത്, പീപ്പിൾ ട്രീ. പാലാണ് അശ്വത്ഥം. രണ്ട് അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ വളരെ എളുപ്പമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വത്ഥം എന്ന് പേര് വരാൻ കാരണം അശ്വങ്ങളെ, കുതിരകളെ ഇതിന് താഴെയാണ് പണ്ട് കാലത്ത് കെട്ടിയിരുന്നത്. വലിയ മരമല്ലേ ആൽമരം, പടർന്ന് പന്തലിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ ധാരാളം സ്ഥലമുണ്ട്, തണലുണ്ട്. അപ്പൊ അശ്വങ്ങളെ പണ്ട് കാലത്ത് കുതിരകളെ കെട്ടിയിരുന്നത് കൊണ്ടാണ് അശ്വത്ഥം. പക്ഷെ ശങ്കരാചാര്യർ വളരെ മനോഹരമായിട്ടൊരു ഒരു ഒരു അർത്ഥം പറയണ്ട. ശ്വ എന്ന് പറഞ്ഞാല് നാളെ, ലേറ്റർ, പിന്നീട് എന്നുള്ള അർത്ഥമാണ് ശ്വ. ഥം, ശ്വത്ഥം. Tham is which will be existing. ശ്വത്ഥ, അപ്പൊ നാളെ ഉണ്ടാവുന്നതാണ് ശ്വത്ഥം. അപ്പൊ അശ്വത്ഥമോ നാളെ ഇല്ലാത്തത്, ഇന്നുണ്ട് നാളെ ഇല്ലാത്തത്. സോ അശ്വത്ഥം ഈസ് ദാറ്റ് എഫിമറൽ ട്രാൻസിയന്റ്. ഇന്ന് കാണും പക്ഷെ നാളെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. വിൽ നോട്ട് ബി ദ സെയിം ടുമോറോ എന്നുള്ള അർത്ഥത്തിലാണ് അശ്വത്ഥം. അതായത് എവർ ചേഞ്ചിങ് എഫിമറൽ വേൾഡ് ഓഫ് ഓബ്ജക്ട്സ് ആൻഡ് തിങ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള സാധനം സംസാരം, റൈറ്റ്? ദി യൂണിവേഴ്സ് അറൗണ്ട് us, നമുക്ക് ചുറ്റുമുള്ളത് ഇസ് എവർ ചേഞ്ചിങ്. നമുക്ക് ചുറ്റുമുള്ളതല്ല, നമ്മളും കൂടെ. ഈവൻ അവർ ബോഡി ഈസ് ചേഞ്ചിങ്, ഈവൻ അവർ മൈൻഡ് ഈസ് ചേഞ്ചിങ്, ഈവൻ അവർ അണ്ടർസ്റ്റാൻഡിങ് ഈസ് ചേഞ്ചിങ്. എല്ലാം ഇന്നുള്ളത് പോലെ നാളെ ഉണ്ടാവില്ല. എന്താണ് അതിന്റെ റൂട്ട്? അതിന്റെ വേരുകള് മുകളിലാണ്. ഇങ്ങനൊരു സംസാരത്തിനെ വൃക്ഷമായിട്ട് ആണ് കാണിക്കുന്നത്, റൈറ്റ്? വേരുകൾ മുകളിലേക്കും ശാഖകൾ താഴേക്കും ഉള്ള ഒരു വൃക്ഷമായിട്ടാണ് സംസാരത്തിനെ കാണിക്കുന്നത്. ഈ വൃക്ഷം എന്ന് പറയുന്നതിന് തന്നെ ഒരു ഐഡിയ ഉണ്ട്. സംസ്കൃതത്തിൽ ഒരർത്ഥം, വൃക്ഷം എന്നുള്ളതിന് ഒരർത്ഥം മുറിച്ചു മാറ്റാൻ പറ്റുന്നത് എന്നാണ്. മുറിക്കാൻ പറ്റുന്നതാണ് വൃക്ഷം. വൃക്ഷം എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റാൻ പറ്റുന്നതാണ്. which means which you can cut asunder and get out of it എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വൃക്ഷം എന്നുള്ള ഉപയോഗിക്കുന്നത്. അപ്പം റൂട്ട് മുകളിലാണ്, ശാഖകളൊക്കെ താഴെയാണ്. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുർ അവ്യയം. ഇത് അവ്യയവുമാണ്, ഇത് അൺചേഞ്ചബിളുമാണ്. പക്ഷെ അത് നമ്മൾ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചെടുക്കണം. ഈ മരം, ആല് അൺചേഞ്ചബിൾ ആണ് എന്ന് പറയുന്നത് നമ്മുടെ പെർസെപ്ഷനിൽ അൺചേഞ്ചബിൾ ആണ് എന്നെടുക്കണം. എറ്റേണലി അല്ലെങ്കിൽ ആബ്സല്യൂട്ട്ലി അൺചേഞ്ചബിൾ ആണെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ആൽമരത്തിന് ഒരു പുരുഷായുസിനേക്കാളും കൂടുതൽ ആയുസില്ലേ. ആല് ധാരാളം, വളരെ 2-3 ജനറേഷൻസ് ഒക്കെ നിൽക്കില്ലേ ആല്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആല്, ഈ ഒരു മരം അവ്യയമാണ്. ഇറ്റ് ഈസ് ട്രാൻസെൻഡിങ് എ കപ്പിൾ ഓഫ് ജനറേഷൻസ്. അതുകൊണ്ട് നമ്മൾ അതേപോലെ എങ്ങനെയാണോ സംസാരം അവ്യയമാണ്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നാട്ടിലെല്ലാവരും മരിക്കുന്നു, പക്ഷെ നമുക്ക് മരണം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ.
യുധിഷ്ഠിരനോട് യുധിഷ്ഠിര സംവാദത്തിൽ യക്ഷൻ ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണ്? യുധിഷ്ഠിരൻ പറഞ്ഞു, എല്ലാവരും മരിക്കും, പക്ഷെ ആരും വിചാരിക്കുന്നില്ല, അവരോ ചുറ്റുമുള്ള മരണങ്ങളൊക്കെ കാണുമ്പോഴും അവരവർ വിചാരിക്കും ഇത് എനിക്കുള്ളതല്ല എന്ന്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ ഇത് അവ്യയം എന്ന് പറയുമ്പം ഈ അവ്യയമാണെന്ന് നമ്മൾ വിചാരിക്കണം. ഈ മരം, സംസാരമാകുന്ന വൃക്ഷം അവ്യയമാണ്, ഇമ്മ്യൂട്ടബിൾ ആണ്, ചേഞ്ച്ലെസ് ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമുക്കതിന് കുറച്ചൊരു എക്സ്പെരിമെന്റൽ പ്രൂഫും ഉണ്ട്. കാരണം എൻ്റെ മുത്തശ്ശൻ പറഞ്ഞു എൻ്റെ കാലത്തും ആലുണ്ടായിരുന്നു, ഞാൻ പറയുന്നു എൻ്റെ കാലത്തും ഈ ആലുണ്ട്, ഈ ആലിന് ഒരു ഇത് വരാൻ പാടില്ല, എനിക്ക് വയസ്സായി കഴിഞ്ഞാലും ഈ ആൾ അതേപോലെ നിൽക്കണു. ഐ എം തിങ്കിങ് എൻ്റെ കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഈ ആല് കാണും, റൈറ്റ്? അപ്പൊ നമ്മുടെ പെർസെപ്ഷനില് ആല് അവ്യയമാണ്, ആല് എവിടേക്കും പോണില്ല എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് അശ്വത്ഥം പ്രാഹുരവ്യയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആല് റൂട്ട്, വേരുകൾ മുകളിലേക്കും ഇലകള് അല്ലെങ്കിൽ ശാഖകള് താഴേക്കുമാണ്. ഇനി വേര് മുകളില് എന്ന് പറയുമ്പോൾ റൂട്ട്സ് ആർ അപ്പ്. ഈ അപ്പ് എന്ന് പറയുമ്പോൾ പൊസിഷൻ വൈസ് അപ്പ് എന്ന് പറയാൻ വിചാരിച്ചില്ലെങ്കിലും, നമ്മളിപ്പോ ഒരാള് ഉയർന്ന പൊസിഷനിൽ, ഉയർന്ന തസ്തികയിലുള്ള ഒരാള്, അയാൾ ഉയർന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരിക്കുകയല്ലോ. ഉയർന്നത് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് ടു യു വിത്ത് ഹിസ് പൊസിഷൻ ഹീസ് ഹയർ, റിലേറ്റീവ് ടു യു വിത്ത് ഹിസ് സ്റ്റേറ്റസ് ഹീസ് ഹയർ. അതേപോലെ റൂട്ട് ഈസ് ദ കോൺഷ്യസ്നസ്, റൂട്ട് ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി ദാറ്റ് ഈസ് ഹയർ ദാൻ ശാഖകളും ഇലകളും വിച്ച് ആർ സസ്റ്റെയിൻഡ് ബൈ ദ റൂട്ട്, റൈറ്റ്? നമ്മളൊരു കൺവെൻഷണൽ ഫോം എടുത്തു കഴിഞ്ഞാൽ റൂട്ട് താഴെയാണ്, റൂട്ട് മണ്ണിലാണ് നിൽക്കുന്നത്, അതിൽ നിന്നാണ് എല്ലാം ഉയരുന്നത്. അപ്പൊ റൂട്ട് താഴെ. ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടി റൂട്ട് മുകളിലാണ്, ശാഖകളൊക്കെ താഴെയാണ്. മുകളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ആ ഉയർന്ന പ്രിൻസിപ്പിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് താഴെയുള്ളതൊക്കെ. അങ്ങനെ എടുക്കാം. ഇനി അല്ലെങ്കിൽ ഉയർന്ന ചിന്തയില്ല, ഉയർന്ന നിലവാരത്തില് നമ്മൾ ബ്രഹ്മനാണ് എന്നുള്ള അറിവിന് നീ ഉയരണം, താഴരുത്, താഴെ അല്ല അതുള്ളത്, അത് ഉയരത്തിലാണ്. റിമൂവ് യുവർ ബേസൽ ടെൻഡൻസീസ്, എലിവേറ്റ് യുവർ ടെൻഡൻസീസ് ടു ഹയർ. അപ്പൊ അങ്ങനെ പല അർത്ഥങ്ങൾ പറയാം ഈ ഒരു സിമ്പിൾ ഐഡിയക്ക്. ഊർധ്വമൂലം അധശാഖ, മുകളിലാണ് റൂട്ടുകള്, ശാഖകള് താഴെയാണ്, അല്ലെങ്കിൽ ഇലകള് ഒക്കെ താഴെയാണ്, അവ്യയമാണ്, ഇറ്റേണൽ ആണ്. ഇനി എന്താണ്? ചന്താംസി യസ്യ പർണാനി, ഇലകളൊക്കെ വേദങ്ങളാണ്. ഈ മരത്തിന്റെ ഇലകള് വേദങ്ങളാണ്. യെസ്, ചന്താംസി യസ്യ ഛന്ദസ് എന്ന് പറയുന്നത് വേദത്തിന്റെ മന്ത്രങ്ങളാണ്. അപ്പൊ വേദങ്ങളാണ് ഈ ഇലകളൊക്കെ. ഈ വേദം എന്ന് പറയുന്നത് വിത്ത് എന്നുള്ളതിൽ നിന്നാണ് വേദം എന്ന് വന്നത്. എന്താണോ അറിയേണ്ടത് അതാണ് വേദം. എന്താണ് അറിയേണ്ടത്? ഈ പരമായ സത്യം എന്താണ്, അതാണ് അറിയേണ്ടത്. അപ്പൊ അത് തന്നെയാണ് വേദം. അത് ഇലകളാണ്. എന്തുകൊണ്ടാണ് ഇലകളാണ് അറിയേണ്ടത്? ഇപ്പൊ അതിന് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, റൂട്ട് കോൺഷ്യസ്നെസ് ആണ്, അത് മുകളിലാണ് എന്നുണ്ടെങ്കിൽ റൂട്ടിന്റെ സപ്പോർട്ട് കൊണ്ടല്ലേ ഇലകൾ നിൽക്കുന്നത്? റൂട്ടിൽ നിന്ന് ന്യൂട്രിയൻസ് വന്നിട്ടല്ലേ ഇലകൾ നിൽക്കുന്നത്? ഒരു വിധത്തിൽ പറയാം. പക്ഷേ ഇലകളിലൂടെ അല്ലേ ചെടിയുടെ കർമ്മങ്ങളൊക്കെ നടക്കുന്നത്? ഫോട്ടോസിന്തസിസ്, സയൻസ് ഉണ്ട് ഇതിന്റെ പിറകിലും, റൈറ്റ്? ഇലകളിലൂടെ അല്ലേ ചെടിയുടെ കർമ്മം നടക്കുന്നത്? അപ്പൊ ഈ വേദം എന്ന് പറയുമ്പോൾ കർമ്മങ്ങള്, കർമ്മകാന്ഡം, കർമ്മം റിലേറ്റഡ് സാധനങ്ങളായിട്ട് എടുത്താൽ മതി. ഉപനിഷത്തായിട്ട് കണക്കാക്കേണ്ട അവിടെ വേദം എന്ന് പറയുമ്പോൾ കർമ്മം റിലേറ്റഡ് ആയിട്ട് കണക്കാക്കിയാൽ മതി. ആ ചെടിയുടെ ഇലകളാണ് കർമ്മങ്ങളും കർമ്മഫലങ്ങളും എന്ന് പറയാം, റൈറ്റ്? അപ്പൊ എല്ലാം റൂട്ടാവുന്ന കോൺഷ്യസ്നെസ്സിൽ നിന്നുണ്ടാവുന്ന ശാഖകള്, ഉണ്ടാവുന്ന ട്രങ്കും ഇതൊക്കെ, അതിൽ നിന്നുണ്ടാവുന്ന ഇലകളാണ് കർമ്മങ്ങള്, ഈ ഇലകളാണ് വേദങ്ങള്, ഈ കർമ്മമാണ് ഈ ശാഖകളെ നിലനിർത്തുന്നത്, ഈ ട്രീനെ കാണുന്ന പോലെ റൈറ്റ്? റൂട്ട് ക്യാൻ സ്റ്റിൽ ബി ദേർ, പക്ഷെ കാണുന്ന പോലെ നിലനിർത്തുന്നത് ലീവ്സ് ആണ്. അതറിയുന്നവൻ യസ്തം വേദ സവേദവിത്, അതറിയുന്നവൻ നോസ് ദ റിയാലിറ്റി. അതായത് ഹയർ കോൺഷ്യസ്നസ്, റൂട്ടാവുന്ന ഹയർ കോൺഷ്യസ്നസ്, അതിൽ നിന്നാണ് ബാക്കിയൊക്കെ. നമ്മൾ ഫാമിലി ട്രീ എന്ന് പറയില്ലേ? ഫാമിലി ട്രീ എന്ന് പറയുമ്പോൾ യു ബ്രാഞ്ചിങ് ഡൗൺ ഫ്രം യുവർ ആൻസിസ്റ്റർ, റൈറ്റ്? ഫാമിലി ട്രീ താഴെ നിന്നല്ലോ വരച്ചുണ്ടാക്കുന്നത്, ഏറ്റവും മുകളിൽ യു റൈറ്റ്. ഓക്കെ, ഇതാണ് പ്രപിതാമഹൻ ഇവിടെ,
ആ പ്രമിതാമഹൻ എന്ന് തുടങ്ങി പിന്നെ താഴോട്ടല്ലേ, ഇത് റൂട്ട് ആരാണ്? എന്റെ തറവാടിന്റെ റൂട്ട് ആരാണ്? ഇതാണ് പ്രമിതാമഹൻ, അയാളാണ് എന്റെ റൂട്ട്. അയാളെ നമ്മൾ മുകളിലല്ലേ വെക്കുക ഫാമിലി ട്രീ എഴുതുമ്പോ, റൈറ്റ്? അവിടുന്ന് ബ്രാഞ്ച് ചെയ്ത് വരുന്ന ബ്രാഞ്ചസ് കം ഡൗൺ, സെയിം ഐഡിയ. ആ ഒരു അങ്ങനെ ഒരു ഫാമിലി ട്രീ ഐഡിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദി അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്, ദി അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് ദ റൂട്ട് ഓഫ് എവറിത്തിങ്. ഇപ്പൊ റൂട്ട് ഓഫ് എവറിത്തിങ് എന്ന് പറയുമ്പോൾ ചെടിയുടെ റൂട്ട് ഇത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ബട്ട് റൂട്ട് ഓഫ് എവറിത്തിങ് ഈസ് ദി ഒറിജിൻ ഓഫ് എവറിത്തിങ് ആൻഡ് വേർ എവറിത്തിങ് ഫൈനലി മെർജസ് ഇൻ ടു. അതുകൊണ്ട് ഇതറിയുന്നവൻ, ഹി നോസ് വാട്ട് ഇറ്റ് ഈസ്, ഹി ഈസ് ദ നോവർ ഓഫ് ബോത്ത് പെരിഷബിൾ ആൻഡ് ഇംപെരിഷബിൾ. നശിക്കുന്നതിന്റെയും നശിക്കാത്തതിന്റെയും ഒക്കെ അറിയുന്നത്, നശിക്കുന്ന ശരീരത്തിന്റെയും നശിക്കാത്ത ആത്മാവിനെയും അറിയുന്നത്, നാശമില്ലാത്ത അക്ഷരം എന്നൊക്കെ പറഞ്ഞ നമ്മൾ 8ാമത്തെ അധ്യായത്തിൽ അക്ഷര ബ്രഹ്മയോഗമൊക്കെ പറഞ്ഞ പോലെ അക്ഷരം തമ്മിലുള്ള വ്യത്യാസം അറിയുന്നവനാണ് ഇതറിയുന്നവൻ. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദപിത്. അതറിയുന്നവനാണ്. He is the knower of everything. ഇനി കുറച്ചൊരു മീറ്റർ മാറുകയാണ്. ഇനിയുള്ള കുറച്ച് ശ്ലോകങ്ങൾ. അധശ്ചോർധ്വ പ്രസുതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാലാഃ അധശ്ച മൂല്യാനനുസന്ദധാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. Continuing the same idea. അധശ്ചോർധ്വം പ്രസുതാസ്തസ്യ ശാഖാഃ. അധശ്ച ഊർധ്വം, മുകളിലും താഴേക്കും ഈ ശാഖകള് അല്ലെങ്കിൽ ബ്രാഞ്ചസ് മുകളിലും താഴേക്കും പോകുന്നു. എങ്ങനെയാണ് ശാഖകള്? ഗുണപ്രവൃദ്ധ, ഗുണങ്ങളാണ് ഈ ശാഖകളെ പരിപോഷിപ്പിക്കുന്നത്. ആ ശാഖയിൽ വേറെന്തുണ്ട്? വിഷയപ്രവാള, വിഷയങ്ങളാകുന്ന തളിരുകളുണ്ട് ഈ ശാഖയിൽ. സോ ലുക്ക് അറ്റ് ദി എക്സ്പ്ലനേഷൻസ്, റൈറ്റ്? സിമ്പിൾ ആയിട്ട് പോയറ്റിക് ബ്യൂട്ടി. ഒരു സാധനത്തിനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ സാധനത്തിന് ഒരു ചെടിയിൽ, ഒരു മരത്തിൽ കൊണ്ടുവന്ന് നിർത്തി. അതിനെന്താ പറഞ്ഞു? റൂട്ട് മുകളിലാണ്, ട്രങ്ക് താഴെയാണ്, ഇലകളൊക്കെ വേദങ്ങളാണ്. അതാണ് നിനക്ക് അറിയേണ്ടത്. സോ നൗ നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്. ഒരു അപ്സൈഡ് ഡൗൺ ട്രീ, മുകളിൽ റൂട്ടുകളൊക്കെ മുകളില്, ട്രങ്ക് വരുന്നു, ഇലകളൊക്കെ വേദങ്ങളാണ്, ഇലകളാണ് കർമ്മം, ഫ്രൂട്ട്സ് ഓഫ് കർമ്മം ഒക്കെ ഇലകളാണ് എന്നൊക്കെ ഒരു ചിന്തകൾ നമുക്ക് വരുന്നു. ഇനി അവിടുന്ന് ട്രൈങ് ടു ടെൽ യു സം മോർ. അധശ്ചോർധ്വം പ്രസുതാസ്തസ്യ ശാഖാഃ അധ ഊർധ്വം ച പ്രസിദ്ധ. മുകളിലേക്കും താഴേക്കും പടർന്നിരിക്കുകയാണ്. എന്താ? അതിന്റെ കൊമ്പുകള്, ശാഖകള്. അധശ്ചോർധ്വം പ്രസുത തസ്യ ശാഖ, അതിന്റെ തസ്യ ശാഖ, അതിന്റെ ശാഖകള്, അതിന്റെ കൊമ്പുകള്. അധശ്ച ഊർധ്വം ച പ്രസിദ്ധ, പരന്നിരിക്കുന്നു, മുകളിലേക്കും താഴേക്കും. മരത്തിന്റെ കൊമ്പുകൾ മുകളിലേക്കും. രണ്ട് വിധത്തിൽ ചിന്തിക്കാവുന്ന. മരത്തിന്റെ കൊമ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദാറ്റ് ഫിസിക്കൽ റിയാലിറ്റി. ട്രീയുടെ റൂട്ട് നമ്മൾ ശരിക്കും കാണുന്നില്ലല്ലോ. കൊമ്പ്, ട്രങ്ക് അല്ലേ നമ്മൾ കാണുക? ട്രങ്കും കൊമ്പുകളും അല്ലേ നമ്മൾ കാണുക? കൊമ്പുകൾ മുകളിലേക്കും പോണു, താഴേക്കും പോണു, ശാഖകൾ മുകളിലേക്കും പോണു, താഴേക്കും പോണു എന്ന് പറയുമ്പോൾ ചിന്തകള് ഉയർന്ന ചിന്തകളിലേക്ക് പോകുന്നു, അധമ ചിന്തകളിലേക്ക് പോകുന്നു. നമ്മള് അതിനടുത്ത് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ബേസൽ ടെൻഡൻസിയിൽ കിടക്കാം. നിങ്ങൾ ചിന്തകളെ ഉയർത്താം. ശാഖകള് ഇതിന്റെ ഔട്ട്കം മുകളിലേക്കും ആവാം, താഴേക്കും ആവാം. അത് നമ്മൾ അറിയണം. ഗുണപ്രവൃദ്ധ, ഗുണങ്ങളാണ് ഇതിനെ പരിപോഷിപ്പിക്കുന്നത്. ഹയർ വാല്യൂ വേണോ, ലോവർ വാല്യൂ വേണോ, കൊമ്പ് മുകളിലേക്ക് പോണോ, കൊമ്പ് താഴേക്ക് പോണോ എന്ന് തീരുമാനിക്കുന്നത് ഗുണങ്ങളാണ്. മുകളിലേക്ക് പോയാൽ എന്താ ഉള്ളത്? റൂട്ട് മുകളിലാണേ. നമ്മൾ ഈ ചെറിയ റൂട്ട് മുകളിലല്ലേ? റൂട്ട് ഇസ് കോൺഷ്യസ്നസ്, റൈറ്റ്? അപ്പൊ മുകളിലേക്ക് പോകുന്ന കൊമ്പുകള്, മുകളിലേക്ക് പോകുന്ന ശാഖകള്, മുകളിലേക്ക് പോകുന്ന ജീവനുകള്, ഈ ജഗത്തിൽ മുകളിലേക്ക് പോകുന്ന ജീവനുകള്, മുകളിലേക്ക് പോകുന്ന ജീവാത്മാക്കള് കോൺഷ്യസ്നസിനെ അന്വേഷിച്ചു പോകുന്നു, ഉയരുന്നു. എന്തുകൊണ്ട്? ഗുണപ്രവൃദ്ധ, ഗുണങ്ങള് അതിനെ പരിപോഷിപ്പിച്ചത് കൊണ്ട്. സത്വ, രാജസിക, താമസിക ഗുണങ്ങൾ പരിപോഷിപ്പിക്കുന്നത് കൊണ്ട് മുകളിലേക്കോ താഴോട്ടോ പോകുന്നു. സത്വം മുകളിലേക്ക് പോകുന്നു, രജസ് ജനറലി ആൻഡ് തമസ് താഴോട്ട് വലിച്ചു കൊണ്ടുപോകുന്നു. അത് ഗുണങ്ങൾ കൊണ്ട്. അഗെയിൻ കഴിഞ്ഞ അധ്യായത്തിലേക്കുള്ള ഒരു കണക്ഷനാണ്.
ഗുണപ്രവൃദ്ധ വിഷയപ്രവാല. ഇത് എന്ത് ഈ കൊമ്പുന്നൊക്കെ ചെറിയ ചെറിയ തളിരുകൾ വരുന്നുണ്ട്. ഈ ജീവനിലൊക്കെ ചെറിയ ചെറിയ മോഹങ്ങൾ വരുന്നുണ്ട്. ആ മോഹങ്ങൾ എന്താണ്? വിഷയങ്ങളാണ്, സെൻസ് ഓബ്ജക്ട്സ് ആണ്. സെൻസ് ഓബ്ജക്ട്സ് ആണ് ബഡുകൾ, തളിരുകളായിട്ട് ഈ കൊമ്പുകളിലൊക്കെ വരുന്നത്. കൊമ്പിലൊക്കെ ഇങ്ങനെ മുളയ്ക്കുന്നത് സെൻസ് ഓബ്ജക്ട്സ് ആണ്. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് ഇന്നത് കിട്ടിയാലേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ആഗ്രഹങ്ങളാണ് സെൻസ് ഓബ്ജക്ട്സ് വരുന്നത്. വിച്ച് റെസിസ്റ്റ്. എപ്പോഴും നമ്മൾ തളിര് നോക്കൂ, ഒരു കൊമ്പ് പോകുന്ന ഡയറക്ഷനിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടല്ലേ തളിര് പോവുക, റൈറ്റ്? ഇപ്പൊ കൊമ്പ് ഒരു വഴിക്ക് പോവാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന തളിര് ആൻഡ് ദി അതർ ശാഖ ഇസ് ഗോയിങ് ഇൻ എ ഡിഫറെന്റ് ഡയറക്ഷൻ, റൈറ്റ്? മുകളിലേക്ക് പോവാൻ ശ്രമിക്കുന്ന കൊമ്പാണെങ്കിലും തളിര് ചിലപ്പോൾ താഴോട്ടോ വേറെ സൈഡിലോട്ടോ പോവാൻ നോക്കുകയായിരിക്കും, വിച്ച് ഇസ് ട്രൈങ് ടു ഡ്രോ യു അവേ ഫ്രം ദി ഫണ്ടമെന്റൽ ഐഡിയ ഓഫ് കോൺഷ്യസ്നസ്. അധശ്ചോസ്ത്വം പ്രസിദ്ധാസ്തസ്യ ശാഖ തസ്യ ശാഖ അധ ഊർധ്വം ച പ്രസിദ്ധ ഗുണപ്രവൃദ്ധ വിഷയപ്രവാല. ഗുണങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ട് വിഷയങ്ങളാകുന്ന തളിരുകൾ വീണ്ടും ഉണ്ടാകുന്നു. അധശ്ചമൂല്യാൻ അനുസന്ധതാനി, അധചമൂല്യാൻ അനുസന്ധതാനി. അധ താഴെ, അധപ്പതിച്ചിട്ട് താഴെ, മൂല്യാൻ അനുസന്ധതാനി വേരുകള്, അനുസന്ധതാനി വ്യാപിച്ചു കിടക്കുന്നു. വേരുകൾ താഴെ വ്യാപിച്ചു കിടക്കുന്നു. എങ്ങനെ? കർമാനുബന്ധീനി. താഴെ എവിടെ? മനുഷ്യലോകെ കർമാനുബന്ധീനി. കർമ്മങ്ങളിൽ പെട്ടിട്ട് അവനവന്റെ കർമ്മങ്ങൾ ചെയ്ത്, കർമ്മങ്ങളിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ച് കർമ്മം ചെയ്ത് വീണ്ടും വീണ്ടും ആ കർമ്മങ്ങളിൽ നിന്നുള്ള വാസനകൾ ഉണ്ടാക്കി, ആ വാസനകൾ വീണ്ടും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ച് ഈ ചുറ്റുപെട്ടിട്ട് കർമാനുബന്ധീനി മനുഷ്യലോകെ, കർമ്മങ്ങൾ ബന്ധിച്ചിട്ട് മനുഷ്യലോകത്തില് ഉയർന്നു പോവാതെ ഈ മനുഷ്യലോകത്തിലേക്ക് കിടന്ന് കറങ്ങുന്നു. ഈ ഈ വിഷയങ്ങളും ഒക്കെ ആയിട്ട് കർമ്മബന്ധം ഉണ്ടാക്കുന്ന വേരുകള് മനുഷ്യൻ ഇവിടെ കിടന്ന് ഈ മനുഷ്യലോകത്തിൽ തന്നെ കിടന്ന് കറങ്ങുന്നു. അപ്പൊ റൂട്ട്സ് മുകളിലേക്കും താഴേക്കും ഒക്കെ വരുന്നുണ്ട്. അല്ല, ശാഖകൾ മുകളിലേക്കും താഴേക്കും ഒക്കെ പോകുന്നുണ്ട്. ആ ശാഖകള് നമുക്ക് ഉയരാനോ താഴാനോ ഉള്ള നമ്മുടെ ഗുണങ്ങൾ അനുസരിച്ചിട്ടുള്ള, ടെൻഡൻസീസ് അനുസരിച്ചിട്ടുള്ള മോട്ടിവേഷനിൽ പോകുന്ന ശാഖകളാണ്. അതിൽ നിന്ന് തളിരുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യനെ പിടിച്ചിട്ട് കർമ്മബന്ധത്തിൽ പെട്ട് മനുഷ്യലോകത്തിലേക്ക് തന്നെ താഴ്ത്തി കെട്ടുന്നു, ഉയരാൻ സമ്മതിക്കുന്നില്ല. സംസാരം, the nature, the world around us binds you into itself all the time. Because you act in the world, you think action is happening in the world. നമ്മൾ ഓരോ ആക്ഷനും നമുക്ക് ഇന്നത് വേണം, ഇതുകൊണ്ടാണ് ഞാൻ ആക്ഷൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നു. കർമ്മയോഗം പോലെ കർമ്മഫലത്തിൽ ഇച്ഛയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണില്ല. അതുകൊണ്ട് യു കീപ് ഈ സംസാരത്തിൽ തന്നെ ഈ താഴെയുള്ള ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഈ ട്രീ, സംസാരമാകുന്ന ട്രീ, ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദാറ്റ്. വേര് മുകളിലാണ്, അവിടേക്കാണ് പോണ്ടത്. പക്ഷേ നിങ്ങൾ പരക്കുന്നത് മുഴുവൻ താഴെ ഈ മനുഷ്യലോകത്തിലെ കർമ്മങ്ങൾ കൊണ്ടാണ്. അതിന്ന് ഉയരാൻ ശ്രമിക്കണില്ല. അതിന് ഉയരാൻ ശ്രമിക്കണം. ആ സംസ്കാരങ്ങൾ നമ്മൾ വളർത്തണം അതിലേക്ക്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അടുത്ത 2 ശ്ലോകങ്ങൾ പറയുന്നത് ഇത് എങ്ങനെ ഈ മരത്തിനെ മുറിക്കാം. ഈ മരത്തിനെ, സംസാരമാകുന്ന വൃക്ഷം എന്നുള്ള വാക്ക് തന്നെ മുറിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഈ മരത്തിനെ എങ്ങനെ മുറിക്കാം? വളരെ അടുത്ത ശ്ലോകത്തില് എളുപ്പം ഒറ്റ വാക്കിൽ പറയും, അസംഗശസ്ത്രേന ദൃഢേന ചിത്വാ. 3-ാമത്തെ ശ്ലോകത്തിന്റെ അവസാനത്തെ വാക്കാണ് അസംഗശസ്ത്രേന. അസംഗം, ഡിറ്റാച്ച്മെന്റ് ആകുന്ന ആയുധം കൊണ്ട്, ദൃഢേന ചിത്വാ, ദൃഢമായ മനസ്സോടെ, ചിത്തത്തോടുകൂടെ, വിത്ത് എ ഫോക്കസ്ഡ് മൈൻഡ്, വിത്ത് ഡിറ്റാച്ച്മെന്റ്, you can cut this tree off. You can cut the സംസാരമാകുന്ന വൃക്ഷത്തിനെ നിങ്ങൾക്ക് മുറിച്ചു മാറ്റാം. അതിന്റെ വേരുകളും അതിന്റെ റൂട്ടുകൾ, അതിന്റെ ശാഖകളും തളിരുകളും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് മുറിച്ചു മാറ്റാം. ഈ അസംഗം എന്ന് പറയുന്നത് ആണ് വൈരാഗ്യത്തിലേക്കുള്ള ഡിറ്റാച്ച്മെന്റ് ആണ്. വീതരാഗം, വിത്തൗട്ട് പാഷൻ, വിത്തൗട്ട് അഫെക്ഷൻ, അതാണ് വൈരാഗ്യം. അതിലേക്കുള്ള വഴിയാണ് ഡിറ്റാച്ച്മെന്റ്, റൈറ്റ്? എന്താ പറയാ,
നിർമോഹത്തിൽ നിന്ന് എന്താ ആഗ്രഹമില്ലാണ്ടാവുന്നു, ആഗ്രഹമില്ലാത്തതിൽ നിന്ന് പ്രതീക്ഷകളില്ലാതാവുന്നു, അതിൽ നിന്ന് അസംഗത്വം വരുന്നു എന്നൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ല ശ്ലോകം, വെരി ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ആത്മബോധത്തിലുള്ളതാണ്. അതില് അപ്പം വൈരാഗ്യം അല്ലെങ്കിൽ അസംഗത്വം അതിൽ നിന്നാണ് വരിക. അപ്പൊ ഈ സംഘം എന്ന് പറയുന്നത് ഈസ് അറ്റാച്ച്മെന്റ്, അസംഗം ഈസ് നോൺ അറ്റാച്ച്മെന്റ്. ഈ 3 തരം സുഖങ്ങളാണ് അത്രയും നമുക്ക് എപ്പോഴും ഉണ്ടാവുക. ഓർ 3 തരം ദോഷങ്ങളാണ് സുഖങ്ങൾക്ക് കാരണം എന്ന് പറയും. എനിക്ക് 3 പേര് ഓർമ്മയില്ല, സംസ്കൃതത്തിൽ എന്താ പറയണമെന്ന് പേര് ഓർമ്മയില്ല. ബട്ട് ജനറൽ ഐഡിയ ഈസ് ദിസ്. ഒന്ന്, എനിക്ക് ഒരു സാധനം ഇപ്പൊ ഉണ്ട്, അതിന്റെ സുഖമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മന്ത്രിയാണ്, എനിക്ക് മന്ത്രി എന്നുള്ള സ്ഥാനത്തിന്റെ സുഖമുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സിന്റെ ഒക്കെ സുഖമുണ്ട്. പക്ഷെ ആ സുഖത്തിന്റെ പുറകൊക്കെ ഒരു ചെറിയൊരിതുണ്ട്. 5 കൊല്ലമേ ഉള്ളൂ ഈ ടേം, ഓരോ ദിവസവും ഈ 5 കൊല്ലത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? സോ ആ സുഖമുണ്ട്, പക്ഷെ ആ സുഖത്തിന് പുറകില് ഒരു ലർക്കിംഗ് അൺകംഫർട്ടബിൾ നേച്ചർ ഉണ്ട്, റൈറ്റ്? ഇപ്പൊ പുറമേ നിന്ന് ഓവറോൾ സുഖമല്ലേ മന്ത്രി എന്ന ഞാൻ, എനിക്ക് കിട്ടുന്ന അധികാരങ്ങള്, എനിക്ക് കിട്ടുന്ന ആൾക്കാര്, അത് ഒരു സുഖമുണ്ട്. അത് ഒരു തരത്തിലുള്ള സുഖം. പക്ഷേ ഈ സുഖം ഇസ് ഓൾവേസ് എന്റെ ടേം ലിമിറ്റ് ആയി, ഇത് ഞാൻ തീരാറായി, ഇത് ഓരോ ദിവസവും പോവാണെന്നുള്ള ഒരു സുഖം. രണ്ടാമത്തത്, എനിക്ക് സുഖമാണ്, ഞാൻ അബ്സല്യൂട്ട് ആയിട്ട് ചിന്തിച്ചാൽ എനിക്ക് നല്ല സുഖമാണ്, നല്ലോണം ആഹാരമുണ്ട്, നല്ല വീടുണ്ട്, ആഗ്രഹങ്ങളൊക്കെ, എനിക്ക് കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അടുത്ത വീട്ടുകാരന് എന്നെക്കാളും കൂടുതൽ സുഖമില്ലേ എന്നൊരു സംശയം, റൈറ്റ്? ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം ഞാൻ ബുദ്ധി ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് വേറെ ആർക്കോ എന്നെക്കാളും കൂടുതലില്ലേ, എങ്കിൽ പിന്നെ എനിക്കും ആ സുഖം വേണ്ടേ? ആ സുഖം എനിക്ക് കിട്ടാൻ എന്താ ചെയ്യുക? 3000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, 5000 ആക്കാൻ എന്ത് ചെയ്യും? 5000 ആവശ്യമുണ്ടോ എന്നുള്ളത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. പക്ഷെ 5000 ആക്കാൻ എന്ത് ചെയ്യും? അപ്പൊ അതിനു വേണ്ടി സുഖമുണ്ട്, പക്ഷെ എനിക്ക് വീണ്ടും വേണം. പിന്നുള്ളത് എനിക്കിപ്പൊ സുഖമാണ്, പക്ഷേ ഫോർ എക്സാമ്പിൾ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു, എനിക്കിപ്പോ കുറെ സുഖങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മന്ത്രിയായിരുന്നു, എനിക്ക് എല്ലാ സുഖങ്ങളും ഉണ്ട്, പരിചാരകരൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ മന്ത്രിസ്ഥാനം പോയി. കുറച്ചൊക്കെ സുഖമുണ്ട്, കാരണം ഇപ്പോഴും ചില കാര്യങ്ങൾക്ക് ആൾക്കാരുണ്ട്, പക്ഷെ ധാരാളം കാര്യങ്ങൾ ഞാൻ തന്നെ തനിയെ ചെയ്യണം. പഴയ പോലെ പത്രാസും ആൾക്കാരും ഒന്നും ചുറ്റുമില്ല. സുഖമുണ്ട്, പക്ഷെ എന്നാലും എന്തോ ഒരു അസുഖമുണ്ട്, റൈറ്റ്? നമ്മുടെ സുഖം എന്ന് പറയുന്നതിൽ ഒന്നും ഒരു സുഖമില്ല. യു ആർ ഓൾവേസ് ഏർണിംഗ് ഫോർ സംതിങ്. ഈ 3 തരത്തിലാണ് നമ്മുടെ സുഖങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ശരിക്കുള്ള പേര് ഓർമ്മയില്ല, എന്തോ മൂന്ന് പേരുകൾ പറയും. 3 ദോഷങ്ങൾ എന്ന് പറയും, സുഖത്തിലെ 3 ദോഷങ്ങൾ എന്ന് പറയും. ആയുർവേദത്തിലെ 3 ദോഷങ്ങൾ, വാതപിത്ത കഫം പറയുന്ന പോലെ സുഖത്തിലെ 3 ദോഷങ്ങൾ എന്ന് പറയും. ഇതിന്റെ പേര് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, എവിടെയോ കേട്ടതാണ്. അപ്പൊ ഒന്ന് എനിക്ക് ഉണ്ട്, പക്ഷെ ഇതിപ്പോ തീരില്ലേ എന്നൊരു പേടി. രണ്ടാമത്തത്, എനിക്കുണ്ട്, പക്ഷെ ഇതിനേക്കാളും കൂടുതലുള്ള ആൾക്കാരും ഇല്ലേ, എനിക്കും അവിടെ എത്തണ്ടേ എന്നൊരു ദോഷം. മൂന്നാമത്തത്, ഇതൊക്കെ തീർന്നു കഴിഞ്ഞാലും കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് പോരാന്നുള്ളൊരു ദോഷം, റൈറ്റ്? അപ്പൊ ഈ 3 ദോഷങ്ങളാണ് സുഖത്തിന്. ഈ 3 ദോഷങ്ങൾ മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ഓരോരോ ദോഷത്തിനായിട്ട് ഓക്കെ, ഈ മന്ത്രിയാവുന്ന കാലത്തോളം ഞാൻ സുഖമായിരിക്കാം, അത് കഴിഞ്ഞാൽ എനിക്കൊന്നും പേടിയില്ല, ഞാൻ അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. മന്ത്രി ആയിരുന്നിടത്തോളം കാലം ഞാൻ സുഖിക്കാമെന്നല്ല, മന്ത്രി ആയിരിക്കുന്ന കാലത്തോളം എനിക്ക് ഇതിനോട് വൈരാഗ്യമാണ്, എനിക്ക് ഇതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാന്നൊരു അവസ്ഥ വന്നാലേ മന്ത്രിസ്ഥാനം പോയാലും അതേപോലെ ജീവിക്കാൻ പറ്റും, റൈറ്റ്? ആ പോകുന്ന പോലെ പോട്ടെ, 5 കൊല്ലം സുഖമായിട്ട് ജീവിക്കാം, അത് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നോക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ട് ഇത് പിന്നാലെ കൂടും ഇത്. അപ്പൊ അതുകൊണ്ട് ഇത് 3 ഈ 3 സുഖദോഷങ്ങളെയും ഓവർകം ചെയ്യാൻ ഒരു വഴിയേ ഉള്ളൂ, വൈരാഗ്യം. അസംഗശസ്ത്രേന ദൃഢേന ചിത്വ. എല്ലാം ഈ ട്രീ ഓഫ് സംസാര, ഈ ട്രീ ഓഫ് ഈ എന്താ പറയുക, നമ്മൾ കാണുന്ന യൂണിവേഴ്സ്, പ്രപഞ്ചം, നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അതിനെ മുറിച്ചു മാറ്റാതെ ഇതിൽ നിന്ന് മോചനമില്ല. അപ്പൊ അതിനുള്ള വഴികളാണ് ഇനി പറയുന്നത്. അതെന്താണ് സംസാരം? എന്താണ് സംസാരം? നമ്മൾ ജീവനായിട്ടും ജഗത്തായിട്ടും എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുക, അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴികൾ എന്തൊക്കെയാണ് പ്രാക്ടീസ് അതിന് വേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത്, അതൊക്കെയാണ്
ബാക്കിയുള്ള ശ്ലോകങ്ങൾ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ശ്ലോകം നാരായണ ആദ്യം പറഞ്ഞ പോലെ ആദ്യം പഠിച്ചതാണ്. കാരണം ഭക്ഷണത്തിന് മുമ്പ് ചൊല്ലി ശീലിച്ചിട്ടുള്ളതായതുകൊണ്ട് ആവശ്യമില്ല. എല്ലാവരും ഇങ്ങനെയുള്ള ഇതിലേക്ക് പോകുമ്പോ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ ആയിരിക്കും ഇത്. പക്ഷെ അന്ന് തന്നെ പറയുമായിരുന്നു സ്വാമിജി, അതായത് ഇത് കേവലം ഭക്ഷണത്തിന് മുമ്പ് ചൊല്ലുന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്ത് തന്നെ ആയാലും ഇതിന്റെ ഒരു എപ്പിറ്റോം ഓഫ് ആ തോട്ടിന്റെ ഏറ്റവും ഉയർന്ന ഒരു അവസ്ഥയാണത് എന്നുള്ള. ഇത് ശരിക്കും ഈ ഊർധ്വമൂല മതശ്ചാഹം എന്നുള്ള അതുപോലെ തന്നെ വളരെ ഇതേ വാക്കിൽ തുടങ്ങുന്ന കഠോപനിഷത്തുണ്ട്. ഊർധ്വമൂല വാക്ശാഖ എന്ന് പറഞ്ഞ അങ്ങനെ തുടങ്ങുന്ന ഒരു ഇതുണ്ട്. ഇതേ കൺസെപ്റ്റ് തന്നെ ഇതേ രൂപത്തിൽ തന്നെ അവതരിപ്പിക്കുന്നത് ജേസനോട് യമൻ പറയുന്ന ഭാഗമായിട്ട്. അവിടെ നിന്നാണ് ഭഗവത്ഗീതയിലേക്ക് വന്നത്. അടുത്ത രണ്ട് ശ്ലോകങ്ങളൂടി വരുമ്പോഴാണ് ആദ്യത്തെ രണ്ട് ശ്ലോകത്തെ മനസ്സിലാവുള്ളൂ പൂർണ്ണമായിട്ടും. അടുത്ത രണ്ട് ശ്ലോകങ്ങളും കൂടെ കഴിയുമ്പോഴാണ് ഈ എന്താണ്, എങ്ങനെയാണ് ഇത് എന്തിനാണ് ഇത് മുറിക്കേണ്ടത് എന്ന് മനസ്സിലാവുക. സംഘശസ്ത്രേണ എന്നുള്ള. നേരത്തെ ഈ സുഖത്തിന്റെ കാര്യം വാസ്തവത്തിൽ ആ സുഖം നമുക്ക് പലതരം അല്ലെങ്കിൽ സുഖത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ കാരണം സുഖം കുടികൊള്ളുന്നത് നമ്മൾ സങ്കല്പിച്ചു കൂട്ടുന്നതിലല്ല എന്നത് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ മറ്റെന്തിലൊക്കെയാണ് സുഖം എന്നുള്ള ധാരണയിലാണ് ഈ ഓരോന്നിന്റെയും പുറകെ പോകുന്നത്. അപ്പോഴാണ് അത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അത് പോരാതെ വരുമോ, അല്ലെങ്കിൽ മറ്റുമായിട്ട് കമ്പാരിസന്റെ ഒക്കെ വരുന്നത്. അപ്പൊ സുഖം വാസ്തവത്തിൽ ഇതിലൊന്നിലും അല്ല. അത് നമ്മളുടെ സ്വരൂപമാണ്, അല്ലെങ്കിൽ നമ്മളുടെ സ്ഥായിയായ ഭാവമാണ് എന്നുള്ളതിലേക്ക് എത്താൻ കഴിയുമ്പോഴേ അത് ശരിക്കും ശാശ്വതമാവുള്ളൂ. അതുവരേക്കും ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇനിയും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അടുത്ത ജിതു കൃഷ്ണമൂർത്തിയുടെ ഒരു ഇതിൽ ഇങ്ങനെ വായിക്കായിരുന്നു. കൃഷ്ണമൂർത്തിയുടെ ഫ്രീഡം ഫ്രം ദ നോൺ എന്നുള്ളതിനകത്ത് പറയുന്ന ഒരു ഇതായിരുന്നു ഈ ഫെയിമിന് വേണ്ടിയിട്ടുള്ളത്. അദ്ദേഹം ഫെയിമിലാണ് കൈപിടിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരുതരം ദാരിദ്ര്യമാണ്, ഏറ്റവും വലിയൊരു ദാരിദ്ര്യമാണ്. കാരണം അത് മാത്രമല്ല, നമ്മൾ എന്താണോ നമ്മളുടെ കഴിവ്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത്, അതിൽ സന്തോഷം അല്ലെങ്കിൽ അതിൽ നമുക്ക് തൃപ്തി കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ ഫെയിമിന്റെയും കൂടി പുറകെ പോകേണ്ടി വരുന്നത്. നല്ലൊരു പാട്ടുകാരനാണെങ്കിൽ ഫെയിം ഒരു പ്രശ്നമല്ല. നമ്മൾ പാടുന്നതിൽ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാടുന്നത് നമ്മൾ പൂർണ്ണ തൃപ്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫെയിം ഉണ്ടോ ഇല്ലയോ എന്നൊരു വിഷയമല്ല. അതുപോലെ ഏത് കഴിവില്ല, പാട്ടായാലും പ്രസംഗമായാലും പ്രഭാഷണമായാലും എന്ത് സംഭവത്തിലായാലും ഫെയിമിന് പുറകെ പോകുന്നത് വാസ്തവത്തിൽ നമ്മളുടെ കഴിവിൽ നമുക്ക് സ്വയം തൃപ്തിയില്ല, നമുക്ക് സ്വയം ആസ്വദിക്കാൻ, സ്വയം ആനന്ദിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിമിതിയാണത്. അല്ല, അത് പറയില്ലേ, മൂന്ന് ഏഷണകളാണ്: പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. പുത്രേഷണ പുത്രം ഉണ്ടാവാനുള്ള ആഗ്രഹം, അതിനുള്ള ഉത്കടമായ ആഗ്രഹം. രണ്ടാമത്തെ വിത്ത്, ധനം ഉണ്ടാക്കാനുള്ള ആഗ്രഹം. മൂന്നാമത്തെ ലോകേഷണ, നെയിം ആൻഡ് ഫെയിമിനുള്ളത്. അത് ആദ്യം പോകുന്നത് വിത്തേഷണയാണ്. ധനം ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാനുള്ളതാണ് ആദ്യം പോവുക. രണ്ടാമത്തെ പുത്രേഷണയും പോകത്തില്ല, ലോകേഷണ പോവില്ല. മരിക്കുന്നവരെ ലോകേഷണ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും നിങ്ങളൊരു ഭയങ്കര മനുഷ്യനാട്ടോ എന്ന് പറഞ്ഞാൽ സന്തോഷമാവും. അല്ല, ഈ ലോകേഷണ അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ബാക്കി രണ്ടിനെയും കൂടി നമ്മൾ സാക്രിഫൈസ് ചെയ്യും. കറക്റ്റ്. അതെ, കാലം ധാരാളം ഫേമസ് ആവാൻ വേണ്ടി കാശ് കൊടുത്ത് പത്മശ്രീ മേടിക്കുന്നത് ലോകേഷനെയാണ്. വിത്തേഷനെ അങ്ങോട്ട് ദാനം ചെയ്തു ലോകേഷനയ്ക്ക് വേണ്ടി. പെരുന്തച്ചൻ മകനെ ഉളിയെന്ന് പുത്രേഷനെ നശിപ്പിച്ചു ലോകേഷനയ്ക്ക് വേണ്ടി. അങ്ങനെയല്ലേ പറയുന്നത്? അസൂയ കൊണ്ട് മകനെ കൊന്നു. കഥ വിശ്വസിക്കാമെങ്കിൽ MTയുടെ ആഖ്യാനം വേറെ, പക്ഷെ നമ്മൾ കേട്ട കഥ വിശ്വസിക്കാമെങ്കിൽ അസൂയ കൊണ്ട് ലോകേഷനയ്ക്ക് വേണ്ടി. റൈറ്റ്. നമ്മളുടെയൊക്കെ ഈ ഡിസ്കഷനിലൂടെ മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ, ഏതൊരു സുഖമാണോ ശാശ്വതമല്ലാത്തത്, അതായത് ഇപ്പൊ ഇപ്പൊ പായസം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകും. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ തോന്നും, അയ്യോ ഇത് കുറച്ച് കൂടുതലായി പോയല്ലോ, അല്ലെങ്കിൽ എന്താ ഷുഗർ ഇനി വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പല ആൾക്കാർക്കും ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഓരോ സംഭവങ്ങൾ നമ്മൾ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നു. ഇപ്പൊ വലിയൊരു കാറ്, അല്ലെങ്കിൽ അതിന് മേലൊരു കാറ്, അപ്പോഴും നിൽക്കുന്നില്ല അത്, അല്ലെ? അപ്പൊ അതിന് മേലെയുള്ള ഒരു സുഖം നമുക്ക് കിട്ടിയ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവമാണ് ശാശ്വതമായിട്ടുള്ള സംഭവം. അതാണ് നമ്മൾ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കേണ്ടതെന്നല്ലേ ഉദ്ദേശിക്കുന്നത്, അല്ലെ? എന്താണോ ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത്, എന്താണ് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതെന്ന് അറിഞ്ഞാലേ അങ്ങോട്ട് പോകാൻ പറ്റൂ.
റൈറ്റ്? ഇപ്പൊ നമ്മളിപ്പോ വിചാരിക്കുന്നത് എന്നെക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന ആളുടെ പടിയിലേക്ക് ഞാൻ കയറിയാൽ എനിക്ക് സന്തോഷാവുന്നതാണ്. പക്ഷെ അയാൾ എപ്പൊ തന്നെ 10-20 പടി കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അവിടെ. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മളും അയാൾ കാണുന്ന അതേ സങ്കടങ്ങൾ കാണുന്നു വീണ്ടും. അപ്പൊ പിന്നെ അത് മോനെ, സോ ദെൻ യു ആർ ഇൻ എ കോൺസ്റ്റന്റ് സ്പൈറൽ ഓഫ് ദാറ്റ്. എല്ലാം ധനം ആർജിക്കുക എന്നുള്ളത് ഇപ്പൊ ശതഹസ്തേ സമീകൃത ശതഹസ്തേ സമാഹൃത സഹസ്രഹസ്തേ സമീകര എന്ന് പറയും. പണം സമ്പാദിക്കേണ്ടെന്ന് ഒരു വേദവും പറഞ്ഞിട്ടില്ല. 100 കൈകൾ കൊണ്ട് സമ്പാദിച്ചോളൂ, പക്ഷെ 1000 കൈ കൊണ്ട് കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ സമ്പാദിച്ച് കൂട്ടി വെച്ചാൽ അത് നിനക്ക് ദുഃഖേ തരുള്ളൂ. അപ്പൊ കർമ്മം എന്നുള്ളതിൽ നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തോ, അതിൽ നിന്ന് വരുന്നത് എടുത്തോളൂ, പക്ഷേ കൊടുക്കുക. റൈറ്റ്? കാരണം സന്തോഷം നമ്മളിപ്പോ ഇപ്പോഴും ധാരാളം പറയാറില്ലേ, ഏറ്റവും ഹാപ്പി ലിസ്റ്റ് ഓഫ് പീപ്പിൾ എടുത്താൽ ചാരിറ്റി ധാരാളം ഗിവിങ് ചെയ്യുന്ന പീപ്പിൾ ആണ് ജനറലി മോർ ഹാപ്പി എന്ന് പറയാറില്ലേ. അപ്പൊ അതേ ഐഡിയ തന്നെ, കൂട്ടിവെക്കണ്ട, ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കിക്കോളൂ, പക്ഷെ കൊടുക്കാനും പഠിക്കണം. ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ ശ്ലോകം തന്നെ പറയും, തേന ത്യക്തേന ഭുഞ്ജീതാന്ന്. കൊടുത്തിട്ട് ത്യജിച്ചിട്ട് സന്തോഷിക്കൂ, അത് പഠിക്കൂ. ത്യജിച്ചിട്ട് സന്തോഷിക്കാൻ പഠിക്കൂ. അല്ലാണ്ട് നേടി കൂട്ടി വെച്ചിട്ടല്ല സന്തോഷിക്കാൻ പഠിക്കേണ്ടത്. ത്യജിക്കുമ്പോ, ത്യാഗം ചെയ്യുമ്പോഴുള്ള സന്തോഷം പഠിക്കൂ എന്ന് പറയും. അല്ല, അതില് ഒരു ഭയങ്കര അർത്ഥമുണ്ട്. കാരണം അതാവുമ്പോ വളരെ അത് ശാശ്വതമാക്കാനുള്ള ഒരു സംഭവമാണ് അത്, അല്ലേ? ആറ്റിറ്റ്യൂഡ് വിൽ ചേഞ്ച്, കംപ്ലീറ്റ്ലി ആറ്റിറ്റ്യൂഡ് വിൽ ചേഞ്ച്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ ചാപ്റ്റർ നമ്മളുടെ ഗുണങ്ങളാണോ അതായത് എങ്ങനെ നമ്മൾ പെരുമാറണം എന്നാണോ പഠിപ്പിക്കുന്നത്? അങ്ങനെയാണോ? അല്ല, അത് കഴിഞ്ഞില്ലേ? 13-ാമത്തെ അധ്യായത്തിൽ ക്ഷേത്രജ്ഞൻ പറഞ്ഞു, 14-ാമത്തെ അധ്യായത്തിൽ ഗുണങ്ങൾ പറഞ്ഞു. ഇത് ഈസ് മോർ ഓഫ് എ ഫിലോസോഫിക്കൽ ട്രീറ്റീസ് ഓൺ ഹൂ യു ആർ, ഹൂ ദാറ്റ് അൾട്ടിമേറ്റ് നോവർ ഓഫ് എവറിത്തിങ് ഈസ്. കാരണം അയാളുടെ ലക്ഷണങ്ങളൊക്കെ പല സമയത്തായിട്ട് പറഞ്ഞു. ഇതിലും ഇടയ്ക്ക് വരും നിസ്സംഗത്വം, നിർമോഹത്വം എന്നൊക്കെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വരും. അധ്യാത്മ നിത്യ വിനിവൃത്ത എന്നൊക്കെ പറഞ്ഞ പല ലക്ഷണങ്ങളൊക്കെ പറയും. പക്ഷെ ദി ഐഡിയ ഈസ് ജീവൻ, ജഗത്, ബ്രഹ്മൻ. ഈ 3 കാര്യങ്ങൾ, റൈറ്റ്? ജീവൻ, മീ, ഞാൻ എന്ന ജീവാത്മാവ്. ജഗത് ഈസ് ദ യൂണിവേഴ്സ് ആൻഡ് ബ്രഹ്മൻ ഈസ് ദാറ്റ് അൾട്ടിമേറ്റ് റിയാലിറ്റി, the union of those, and one who understands that union and lives in that union is the ultimate. അപ്പൊ ആ ഒരു ഐഡിയ ആണ് ഈ ചാപ്റ്ററിൽ. ജീവ, ജഗത്, ബ്രഹ്മ. അപ്പൊ അതാണ് ഒരു 12-ാമത്തെ ശ്ലോകം വരെ ബ്രഹ്മൻ ആസ് എ ജീവ, പിന്നെ ബ്രഹ്മൻ ആസ് ജഗത്, പിന്നെ ബ്രഹ്മൻ ആസ് പുരുഷോത്തമ. ഗ്രാജുവലി ആയിട്ട് റേസ് ചെയ്തുകൊണ്ട് പോവാണ്. സോ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള സീക്കേഴ്സ് ആണ് ഈ ഗോളിലേക്ക് എത്തുക? വാട്ട് ഡു യു നീഡ്? നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ റീഎംഫസൈസ് ചെയ്യും. ഗോൾ, വാട്ട് ഇസ് ദറ്റ് അൾട്ടിമേറ്റ് ഗോൾ? നതത്ര സൂര്യോപാധി ചന്ദ്ര താരകം എന്നൊക്കെ പറഞ്ഞിട്ട് കഠോപനിഷത്തിലുണ്ട്. അത് വീണ്ടും അതേപോലെ ഇവിടെ വരുമാനോ സൂര്യൻ. the final goal is something that is more resplendent than the light of the sun and the moon. തമേവ ബാന്ധം അനുപാതി സർവം തത്സഭാസ സർവം ഇതം വിഭാതി കഠോപനിഷത്തിലുണ്ട്. On whichever lights everything else shines, right? Which shines the entire universe, on which lights everything else shines, that is the shining that you are after. Not so even Suryan എന്നുള്ളത് കൂടെ, it is just a reflection, right? Just a reflection of that light. അതാണ് അൾട്ടിമേറ്റ് എന്നൊക്കെ. പിന്നെ ചെറിയൊരു ഒരു എന്താ പറയാ, ദ്വൈതത്തിലേക്ക് ചെറിയൊരു കാൽവെപ്പ് നടത്തിയിട്ട് ഒന്ന് ക്വിക്കായിട്ട്, ദ്വൈതമാണ് ദ്വൈതികൾ നല്ലോണം പിടിക്കുന്നത്. മമൈവാംശേ ജീവലോകോ ജീവഭൂതസന, മമ എന്റെ അംശമാണ് എല്ലാം എന്ന് പറയുന്നതിൽ ദ്വൈതന്മാര് കയറി പിടിച്ചിട്ട് പറയും, കണ്ടോ ദ്വൈതം പറഞ്ഞു ഭഗവാൻ ഇവിടെന്ന്. പക്ഷെ ശരിക്കും നോക്കിയാൽ അത് ദ്വൈതം പറഞ്ഞതല്ല. കാരണം അംശം ഇസ്, ഫോർ എക്സാമ്പിൾ, ഒരു തുണിയുടെ അംശം കോട്ടൺ ആണ്. പക്ഷെ കോട്ടൺ ഇല്ലെങ്കിൽ തുണിയുണ്ടോ? റൈറ്റ്? സോ the thing is, cause effect relationship വെച്ച് നോക്കുമ്പോ ഒരു തുണി എടുത്ത് നോക്കിയാൽ എഴപിരിച്ച് നോക്കിയാൽ അവസാനം കോട്ടൺ അല്ലേ? പക്ഷെ കോട്ടൺ ആണ് തുണിയുടെ അംശം എന്ന് പറയാൻ പറ്റുമോ? തുണി തന്നെ കോട്ടൺ അല്ലേ?
റൈറ്റ്. അപ്പം ആ ഒരു and then immediately the argument changes. ചില ആൾക്കാർ വല്ലാതെ മമൈവാംശോ ജീവലോകെ എന്ന് പറയുമ്പോൾ എല്ലാ ജീവനുകളും എന്റെ അംശമാണെന്ന് പറയുമ്പോൾ കണ്ടോ ഭഗവാൻ പറഞ്ഞു അംശമാണ്, നമ്മളൊക്കെ വെറും അംശം. ഈവൻ ഭാഗവതത്തിൽ ഈ അംശാവതാരങ്ങളും പൂർണ്ണാവതാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ചിലത് കൃഷ്ണനും രാമനും ഒക്കെ പൂർണ്ണാവതാരം, പല പല അംശാവതാരങ്ങൾ, ചില പാർട്ട് മാത്രം. അപ്പൊ അതുപോലെ നമ്മളൊക്കെ അംശാവതാരങ്ങളാണ് എന്ന് പറയുന്ന ഒരു ലൈൻ ഓഫ് തോട്ട് ഉണ്ട്. നമ്മളൊക്കെ വി ആർ ഓൾ പാർട്ട് ഓഫ് ബ്രഹ്മൻ എന്ന് പറയുന്നു. പക്ഷെ അദ്വൈതം കംപ്ലീറ്റ്ലി ഡിഫൈൻസ് ഇറ്റ് ആൻഡ് റിഫ്യൂട്ട്സ് ആൻഡ് സേസ് യു കനോട്ട് ഹാവ് എ പാർട്ട് വിൽ നോട്ട് വർക്ക്. ഞാൻ കാറിന്റെ ഒരു പാർട്ടാണ്. ഡസന്റ് മേക്ക് മീ എ കാർ, ഡസന്റ് മേക്ക് മീ ഡു ദ ഫംഗ്ഷൻ ഓഫ് എ കാർ. ഇഫ് ഐ ഹാവ് ടു ബി എ കാർ, ഐ ഹാവ് ടു ബി ദ കാർ. അതുകൊണ്ട് ആ ഒരു ഐഡിയനെ പിന്നെ റിഫ്യൂട്ട് ചെയ്ത് പോകും. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി, ഹേ നാഥ നാരായണ വാസുദേവ. പിതമാത സ്വാമി സഖാ ഹമാരി, पितमात स्वामी सखा हमारे, हे नाथ नारायण वासुदेव. श्री कृष्ण गोविंद हरे मुरारी, हे नाथ नारायण वासुदेव. ठाकुर हमारी प्राणों से प्यारी, तुम हो हमारे, हम है तुम्हारे, हे नाथ नारायण वासुदेव. श्री कृष्ण गोविंद हरे मुरारी, हे नाथ नारायण वासुदेव. गैया चरैया माखन चुरैया, गैया चरैया माखन चुरैया, दीनों के नैया कि तुम ही केवैया, हे नाथ नारायण वासुदेव. श्री कृष्ण गोविंद हरे मुरारी, हे नाथ नारायण वासुदेव. गोविंद मेरो है गोपाल मेरो है, गोविंद मेरो है गोपाल मेरो है. श्री बाखे बिहारी नंदलाल मेरो है, श्री बाखे बिहारी नंदलाल मेरो है. श्री कृष्ण गोविंद हरे मुरारी, हे नाथ नारायण वासुदेव. तुम ही है धरती तुमसे ही अंदर, अग्नि पवन और साथों समंदर, हे नाथ नारायण वासुदेव. श्री कृष्ण गोविंद हरे मुरारी, हे नाथ नारायण वासुदेव.